കേരളത്തിലെ ഇടതു മുന്നണി കേരളത്തിലെ മറ്റെല്ലാ സീറ്റിലും ഞങ്ങൾ മത്സരിക്കും. വയനാട് ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഈ ഇലക്ഷനിൽ അദ്ദേഹം എല്ലായിടത്തും പോകേണ്ടതൊക്കെ വളരെ നിർബന്ധമാണല്ലോ. അദ്ദേഹത്തിന് ഇവിടെ ഒരു മത്സരം ഉണ്ടാക്കാതെ ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാകുമായിരുന്നു. പല വീടുകളിലും ചെന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ നിർബന്ധമായും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു വാക്ക് തരണം, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന വിവരം മൂപ്പര് അറിയരുത്. മനസ്സിൽ മാർക്സിസ്റ്റ് വിരോധം കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ കാണും, കോൺഗ്രസ്സിനോട് എതിരെ ഒരു വികാരം അസ്ഥിക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരും കാണും. പെട്ടെന്ന് ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് കഴിഞ്ഞാൽ അന്ധമായ മാർക്സിസ്റ്റ് വിരോധമുള്ള കുറച്ച് കോൺഗ്രസ്സുകാർ വേറെ ഏതെങ്കിലും മാർക്സ് പാർട്ടിയെ എതിർക്കുന്ന വേറെ ഏതെങ്കിലും കക്ഷികളോ മുന്നണിയോ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാനിടയുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷനിൽ വേണ്ടത്ര പുതിയ ആളുകളെ പരിഗണിച്ചില്ല എന്നൊക്കെ സത്യമാണ്. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും സീറ്റുകൾ ലഭിക്കണം. ഒരു പരീക്ഷണത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സാഹസത്തിനോ ഒന്നും തന്നെ അതിന് പറ്റിയൊരു സമയമല്ലാതെ പോയി. അവിടെ വടകരൊക്കെ മത്സരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു കാര്യം, ഒരു ടെൻഷനുമില്ല. കാരണം ഞാൻ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ മത്സരിച്ച ചന്ദ്രശേഖരനും ടെൻഷനില്ല, അയാൾ ജയിക്കുന്ന അങ്ങേർക്ക് ഉറപ്പ്. മതവും ജാതിയും നോക്കി, നിസ്കാരത്തായ്മ നോക്കി, ചന്ദനക്കുറി നോക്കി വോട്ട് ചെയ്യുന്ന പാരമ്പര്യമല്ല കോഴിക്കോട്ടുകാർക്ക്. മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പടം പോലും വെക്കാതെ മദനീൻ്റെ പടം വെക്കുക, അതിൻ്റെ ചുവടെ മത്സരിക്കുന്നവരെ പേര് വെക്കുക, അത് ഭയങ്കരമായി സ്വാധീനിച്ചു. ഒരു ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ക്ഷീണിക്കരുതെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയാം. കോൺഗ്രസ് ക്ഷീണിക്കാൻ പാടില്ല. കോൺഗ്രസ് ക്ഷീണിച്ചതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോട് രാജ്യത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള വിപത്ത്. കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അപ്പുറമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരൊന്നും അങ്ങനെ ഒരിക്കലും പാറാൻ പാടില്ല. ഞങ്ങളെക്കാളും കോൺഗ്രസിനേക്കാളും മോശമായി കോൺഗ്രസ് ഞങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്. ഞങ്ങളെ കുറ്റം പറയാൻ ഒരു അവകാശമില്ല. KP ഉമ്മർ ഒരിക്കൽ പറഞ്ഞു ഒരു സംസാരമധ്യേ, പ്രേം നസീറിന് ജീവിതത്തിൽ ഒരബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഉമ്മർ കോൺഗ്രസ്സുകാരനാണ്. KP ഉമ്മറിനെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നതിലൊരു വലിയ പങ്ക് വഹിച്ച ആളാണ് ഉമ്മർ കോയ സാഹിബ്. അങ്ങനെയാണ് സിനിമയിലേക്ക് അവസരം കിട്ടാനൊക്കെ. പക്ഷെ ആ KP ഉമ്മർ ഒരിക്കൽ പറഞ്ഞു, പ്രേം നസീറിന് പറ്റിയ ഒരബദ്ധം അദ്ദേഹം കോൺഗ്രസ് ചേർന്നാണ്. കോൺഗ്രസ് പാർട്ടി ഈ കലാകാരന്മാരെ വേണ്ടത്ര ബഹുമാനിക്കുന്ന പാർട്ടിയല്ല. കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പിനൊരു സവിശേഷതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതായത് ഒരു തലമുറ മാറ്റം എന്നൊക്കെ പറയുന്ന നേതൃതലത്തിലെ മാറ്റത്തിന് ശേഷം ആദ്യമായിട്ട് കോൺഗ്രസ് ഫേസ് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ്. അതായത് KPCC പ്രസിഡന്റ് പുതിയ ആളാണ്, പ്രതിപക്ഷ നേതാവ് പുതിയ ആളാണ്. പുതിയ ആളാണെന്ന് മാത്രമല്ല, ഒരു പുതിയ ജനറേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അത് ഈ ഇലക്ഷനിൽ സംഘടനാപരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ടിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ളൊരു മാറ്റം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? കോൺഗ്രസ് പണ്ട് ഒരു ഭാഗത്ത് ലീഡറും ആൻ്റണിയും അത് ഏറ്റവും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. പിന്നീട് അത് അവർക്ക് ശേഷം പിന്നെ ഉമ്മൻചാണ്ടി, രമേശ്, ഉമ്മൻചാണ്ടി, മുരളി, ഒരു നല്ല രീതിയിലുള്ള, അതുപോലെ തന്നെ സാറ് നല്ല മികച്ച രീതിയിലുള്ള വിജയമൊക്കെ കരസ്ഥമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഏറ്റവും നല്ല വിജയം 1977 ഉണ്ടായത്, 20 സീറ്റ്. പക്ഷേ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും 20 19 അന്ന് മുല്ലപ്പള്ളിയാണ് KPCC പ്രസിഡന്റ്, പാർട്ടി ലീഡർ അന്ന് ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ കേരളത്തിൽ നേതാക്കന്മാർ മാറുന്നതോടുകൂടി ഇലക്ഷൻ റിസൾട്ട് ഒരിക്കലും കോൺഗ്രസിന് മോശമാകാറില്ല. കാരണം ലീഡറുടെ കാലം, ആൻ്റണിയുടെ കാലം, അത് ആവർത്തിക്കാൻ അതിനുശേഷം വന്നവർക്കും കഴിഞ്ഞു. ഇന്നും പുതിയ ലീഡർഷിപ്പിന്, കാരണം ഈ വലിയ നേതാക്കന്മാരുടെ കൂടെ പ്രവർത്തിച്ച്
ദീർഘകാലത്തെ പരിചയമുള്ളവരാണ് എന്ന് പാർട്ടിയുടെ ലീഡർഷിപ്പിലിരിക്കുന്നത്. അപ്പോൾ കെ സുധാകരൻ നീണ്ട രാഷ്ട്രീയ അനുഭവമുള്ള ആളാണ്. കുറേ കാലത്തെ പ്രവർത്തിച്ച പരിചയമുണ്ട്, സംഘടനാ പാഠമുണ്ട്. പിന്നീട് പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം വളരെ കാമ്പുള്ള കാര്യങ്ങൾ വളരെ നന്നായി നിയമസഭയ്ക്കകത്തും പുറത്തും പറയാനൊക്കെയുള്ള കഴിവുണ്ട് എന്ന് പൊതുജനം ചുരുങ്ങിയ കാലം കൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഈ നേതൃത്വത്തിലും നല്ല റിസൾട്ട് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ സംഘടനാപരമായിട്ടുള്ള ഇതിനേക്കാളും ഉപരിയായിട്ട് ഒരു 19 സീറ്റിലേക്കുള്ള വിജയം എത്തിച്ചതിന് പിന്നിൽ വേറെ ഫാക്ടേഴ്സും പറയാറുണ്ട്. ഒന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസൻസ്, പിന്നെ ശബരിമല ഇഷ്യൂ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉണ്ട്. പക്ഷെ ഇത്തവണ അതൊന്നുമില്ല. അങ്ങനത്തെ ഒരു ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന തരത്തിലുള്ള ക്യാമ്പയിനിലോ ഒന്നും പ്രതിഫലിക്കുന്നില്ല. അപ്പോൾ സംഘടനാപരമായിട്ടുള്ള ഈ പറഞ്ഞ മാറ്റം കൊണ്ട് മാത്രം കോൺഗ്രസിന് 20 സീറ്റാണ് കേരളത്തിലുള്ളത്. അവിടെ വയനാട് ഒരു സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുത്ത സമയത്ത് ഇടതുപക്ഷക്കാരെന്ന് പറഞ്ഞതും പ്രചരിപ്പിച്ചതും രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രത്യേകതയുമില്ല. 20 മത്സരിക്കുന്ന UDFൻ്റെ 20 കാൻഡിഡേറ്റിൽ ഒരാൾ മാത്രമാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞത്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ഈ ഇലക്ഷനിൽ, അദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചു, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ മറ്റു നിയോജകമണ്ഡലങ്ങളിലൊക്കെ ഉണ്ടായി. വയനാട്ടിലെ ഭൂരിപക്ഷം 4,31,000 ഞാനന്ന് പല സ്ഥലത്തും രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വയനാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ, എനിക്ക് വണ്ടൂരായിരുന്നു ചുമതല, അവിടെ വീട് കയറല്ല അധികം ചെയ്യുന്നത്. ലെഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ വീട്ടിൽ കയറണം, അതായിരുന്നു പാർട്ടി എനിക്ക് തന്ന നിർദ്ദേശം. പല വീടുകളിലും ചെന്നപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ നിർബന്ധമായും രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു പറഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുന്ന സമയത്ത് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങൾക്കൊരു വാക്ക് തരണം. ഞങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്ന വിവരം മൂപ്പർ അറിയരുത്. മൂപ്പർ മീൻസ് ഭർത്താവ് അറിയരുത്. ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് എണ്ണിയപ്പം ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് മൂപ്പരറിയാതെ മൂപ്പത്തിമാർ വോട്ട് ചെയ്തു, മൂപ്പത്തിമാരറിയാതെ മൂപ്പരും വോട്ട് ചെയ്തു, അച്ഛനും അമ്മയും അറിയാതെ മക്കൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്തു, അല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും അറിയാതെ കുട്ടികളും വോട്ട് ചെയ്തു. അല്ലാതെ ഒരിക്കലും തന്നെ 4,31,000 എന്ന ഒരു മാർജിൻ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയില്ല. ഇത്തവണയും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണം ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ഇലക്ഷനിൽ മത്സരിച്ചതിനേക്കാൾ ശക്തനാണ്. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിൽ BJPക്കെതിരായി ശിരസ്സുയർത്തി തൻ്റെ ഇടത്തോടുകൂടി പറയുന്ന ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി എന്ന് അദ്ദേഹം ഇന്ത്യയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. പല ആളുകൾക്കും ED ഭയമുണ്ട്, അല്ലെങ്കിൽ അവരെന്തിനൊക്കെയോ ഭയക്കുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു ഭയവുമില്ലാതെ നിർഭയനായി മോഡിക്കെതിരെ, മോഡി, അഡാനി അതുപോലുള്ള ആ ഒരു കൂട്ടുകെട്ടിനെതിരെ ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി സംസാരിക്കുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി മാറിയിരിക്കുകയാണ്. ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഒക്കെ ഉള്ളതുപോലെ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറുമുള്ളവരെ ഒരു വിളിച്ചു നിർത്തുവാൻ ശേഷിയുള്ള ഒരു നേതാവായി മാറുക, ആ ഒരു തലത്തിലേക്ക് രാഹുൽ ഗാന്ധി വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധി ഇത്തവണ വയനാട്ടിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ നേതാവാണ്. ഇടതുപക്ഷക്കാർ പറയുന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ പാടില്ലായിരുന്നു, അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ മുൻനിരയിലുള്ള ഒരുപക്ഷെ നായകൻ എന്നുപോലും വിശേഷിപ്പിക്കാവുന്ന ഒരു നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത ഒരു മത്സരം ഇടതുമുന്നണി വയനാട്ടിൽ ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അപ്പോൾ വയനാട് സീറ്റ് ദേശീയ തലത്തിൽ മോഡിയെ അധികാരത്തിൽ നിന്ന് ഇത്തവണ താഴെ ഇറക്കേണ്ടത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായൊരു കാര്യമാണ്. അതിന് എല്ലാ കക്ഷികളും ചേർന്നൊരുമിച്ച് പ്രവർത്തിച്ചാലേ കഴിയുള്ളൂ. അപ്പോൾ വയനാട് ചിലപ്പോൾ ഒരു വലിയ തലത്ത് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമെന്നൊക്കെ ചോദിക്കും. പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടി, കേരളത്തിലെ ഇടതുമുന്നണി, കേരളത്തിലെ മറ്റെല്ലാ സീറ്റിലും ഞങ്ങൾ മത്സരിക്കും.
വയനാട് ഇന്ത്യയിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ പ്രമുഖനായ നേതാവ് രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസൻസും ഈ ഇലക്ഷനിൽ അദ്ദേഹം എല്ലായിടത്തും പോകേണ്ടതൊക്കെ വളരെ നിർബന്ധമാണല്ലോ. അദ്ദേഹത്തിന് ഇവിടെ ഒരു മത്സരം ഉണ്ടാക്കാതെ ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാകുമായിരുന്നു. അതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്നത്. ഈ കഴിഞ്ഞ തവണത്തേക്കാളും വ്യത്യസ്തമായൊരു സാഹചര്യമുണ്ട്. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു പ്രസൻസ് ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ CPM-ഉം കോൺഗ്രസും ഘടകകക്ഷികളായിട്ടുള്ള ഒരു മുന്നണി തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വയനാട്ടിൽ കഴിഞ്ഞ തവണ താങ്കൾ പറഞ്ഞ പോലെ പല രീതിയിലുള്ള വോട്ടുകൾ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ അവർക്ക് ഇപ്പോഴൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയില്ലേ? CPI-ക്കെതിരെ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ CPI-ക്കെതിരെ വയനാട് പാർലമെൻറ്റ് നിയോജകമണ്ഡലം വന്നതിന് ശേഷം കോൺഗ്രസ് മാത്രമേ വയനാട്ടിൽ ജയിച്ചിട്ടുള്ളൂ. BJP-ക്കെതിരെ ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട്, ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരികയും അതിനു മുമ്പിലൊന്നും തളരാതെ തന്നെ ഉറച്ച മനസ്സോടുകൂടി പൊരുതുകയും ചെയ്യുന്നൊരു നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയെ അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലത്ത് പോയി ഇവരൊരിക്കലും ജയിക്കാൻ പോകുന്നില്ല. ആവശ്യമില്ലാത്തൊരു സീൻ. പക്ഷേ BJP-ക്കെതിരെ തന്നെ ഫൈറ്റ് ചെയ്യുന്നൊരു പാർട്ടിയാണല്ലോ CPI-യും. CPI-യും ഒക്കെ തന്നെ ഇടതു മുന്നണി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയ ഫാസിസ്റ്റ് കക്ഷിക്കെതിരെയുള്ള ഒരു പോരാട്ടം ഇവിടെ നടക്കുകയാണ്. ആ പോരാട്ടം ഒന്നുകൂടി വിശാലമായി കാര്യങ്ങൾ കാണണം. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു 10-20 വർഷം മുമ്പ് ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ ഒരു ഭാഗത്ത് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന കക്ഷികളും, അധിക കക്ഷികളൊന്നും ഉണ്ടാവില്ല, എന്നാൽ അതിൻ്റെ ആവശ്യമില്ല, മറുഭാഗത്ത് BJP. ഈ രണ്ട് മുന്നണിയിലും ചേരാതെ, രണ്ട് കക്ഷികളുടെ കൂടെയും നിൽക്കാതെ ഒരു മൂന്നാം മുന്നണി എല്ലാ പാർലമെൻറ്റ് ഇലക്ഷനിലും ഇവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു. അന്ന് മൂന്നാം മുന്നണിയുടെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഈ കടലിനും ചെകുത്താനും ഇടയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന രാജ്യത്തിലെ ജനങ്ങൾക്ക് വന്നു നിൽക്കാവുന്ന ഒരിടമാണ് മൂന്നാം മുന്നണി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത്തരമൊരു മുന്നണിക്ക്, അത്തരമൊരു വാദത്തിന് ഒട്ടും പ്രസക്തിയില്ലാതായിരിക്കുന്നു. ഇന്ന് രണ്ട് മുന്നണികളാണ് മത്സരിക്കുന്നത്. കാരണം പാർലമെൻറ്റ് ഇലക്ഷനാണ് നടക്കുന്നത്. BJP-യെ ഒറ്റ കൂടിയാൽ ഒരാൾക്കും തന്നെ BJP-യെ ഈ ഇലക്ഷനിൽ പരാജയപ്പെടുത്താൻ എല്ലാവരും കൂടി ചേർന്ന് നിന്നാൽ സാധിക്കും. അതുകൊണ്ടാണല്ലോ എല്ലാ കക്ഷികളും, കോൺഗ്രസുമായി ഒരു കാലത്തും യോജിക്കാത്ത കക്ഷികൾ, ഒന്നിച്ചു നിൽക്കാത്ത കക്ഷികൾ എല്ലാം തന്നെ ഒരു മുന്നണിക്കകത്ത് വന്നിരിക്കുന്നു. അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഇപ്പോൾ മമത, അങ്ങനെ കുറച്ച് കക്ഷികളൊക്കെ മാറി നിൽക്കുന്നു. അവർ കൂടി വരേണ്ടതായിരുന്നു. ഇപ്പോഴത്തെ ആവശ്യം എല്ലാവരും യോജിച്ച് നിൽക്കുക എന്ന് മാത്രമാണ്. കേരളത്തിൽ പ്രത്യേക സാഹചര്യമുണ്ട്, ഞങ്ങൾ മനസ്സിലാക്കുന്നു. കേരളത്തിൽ മുഖാമുഖം മത്സരിക്കുന്ന, ഇന്നല്ല വർഷങ്ങളായി മുഖാമുഖം മത്സരിക്കുന്ന രണ്ട് കക്ഷികൾ കോൺഗ്രസും CPM-ഉമാണ്. ഇപ്പോൾ കോൺഗ്രസും CPM-ഉം പെട്ടെന്ന് മത്സരം ഒഴിവാക്കി എല്ലായിടത്തും ഒരു ധാരണയുണ്ടാക്കിയാൽ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം വർഷങ്ങളായി ഒരു മനസ്സിൽ മാർക്സിസ്റ്റ് വിരോധം കൊണ്ട് നടക്കുന്ന കോൺഗ്രസ്സുകാർ കാണും. കോൺഗ്രസ്സിനോട് എതിരെ ഒരു വികാരം അസ്ഥിക്ക് പിടിച്ച കമ്മ്യൂണിസ്റ്റുകാരും കാണും. പെട്ടെന്ന് ഈ രണ്ട് കക്ഷികളും ഒരുമിച്ച് കഴിഞ്ഞാൽ അന്ധമായ മാർക്സിസ്റ്റ് വിരോധമുള്ള കുറച്ച് കോൺഗ്രസ്സുകാർ വേറെ ഏതെങ്കിലും മാസ് പാർട്ടിയെ എതിർക്കുന്ന വേറെ ഏതെങ്കിലും കക്ഷികളോ മുന്നണിയോ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാനിടയുണ്ട്. കോൺഗ്രസ്സിനെ കലാകാലങ്ങളായി, തലമുറകളായി എതിർത്ത് പോന്നിട്ടുള്ള CPM-ൻ്റെ ആളുകളും കോൺഗ്രസും CPM ചേർന്ന് കഴിഞ്ഞാൽ ചിലപ്പം കോൺഗ്രസ്സിനെ എതിർക്കുന്ന വേറെ ഏതെങ്കിലും കക്ഷികളിൽ അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ഒന്നിച്ചെല്ലായിടത്തും ധാരണ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും വയനാട് ഒരു തുടക്കമെന്ന നിലയിൽ, ഒരു പരീക്ഷണമെന്ന നിലയിൽ അത് ഇടതുപക്ഷത്തിന് അത് ആലോചിക്കാൻ പറ്റുന്നൊരു വിഷയമായിരുന്നു. ഞാനൊരു മുമ്പ് നടന്നൊരു സംഭവം ഓർമ്മിപ്പിക്കാം. കോഴിക്കോട് കോർപ്പറേഷൻ ഇലക്ഷനിൽ തോട്ടത്തിൽ രവീന്ദ്രനെതിരെ BJP ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയായിട്ട് വന്നപ്പോൾ തോട്ടത്തിൽ രവീന്ദ്രനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ വോട്ട് കൊടുത്തു. കോൺഗ്രസിൻ്റെ വോട്ട് കൊണ്ടാണ് ജയിച്ചതെന്ന് താങ്കളുടേതായിട്ടുള്ളൊരു, ഞങ്ങളത് പറയാൻ കാരണം തുറന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അന്നത്തെ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് താങ്കളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഒരു മുന്നണിയായിട്ട് വരികയും ചെയ്ത് ആ വർഷങ്ങൾക്ക് മുമ്പ് ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് ഏതാണ്ട് ഇൻ പ്രാക്ടിക്കൽ നിലവിൽ വന്നിരിക്കുകയാണ്. ഞാൻ പറയട്ടെ, വയനാട്ടിൽ
കഴിഞ്ഞ ഇലക്ഷന് തന്നെ 4,31,000. അത് ഞങ്ങളെ എല്ലാ കണക്കിനും അപ്പുറമാണ്. ഒരു പാർട്ടിക്കാരും അങ്ങനെ ഒരു ഭൂരിപക്ഷം അവിടെ ഉണ്ടാകുമെന്ന് ഒരാൾ പോലും ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ആകാശത്തു നിന്ന് മലക്കുകളൊന്നും വന്ന് വോട്ട് ചെയ്തല്ലല്ലോ. ആ പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുൻസിയിലെ ജനങ്ങൾ നമ്മളെക്കാൾ കൂടുതലായി രാജ്യമെന്ന് നേരിടുന്ന വെല്ലുവിളികളും അതിനെ അതിജീവിക്കാൻ അദ്ദേഹത്തിൻ്റെ വിജയം ആവശ്യമാണ് എന്നൊക്കെ ബോധ്യമുള്ളത് കൊണ്ട് അവരാ ഒരു നിലപാടെടുത്തു. അതിൻ്റെ റിസൾട്ടാണെന്നുണ്ടായത്. ഇപ്പോൾ കേരളത്തിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരെ ഭരണം എന്ന് പറയുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. ജനങ്ങളെ ഒരു വിധത്തിലും തൃപ്തിപ്പെടുത്താൻ ഇന്നത്തെ ഭരണത്തിന് സാധിച്ചിട്ടില്ല. ഇലക്ഷൻ മുമ്പ് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നുപോലും നിറവേറ്റപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പോലും അത് ഒന്നാമത്തെ ഗവൺമെൻറ് അതൊക്കെ കുറേ കൂടി കാര്യങ്ങൾ ചെയ്യുന്നു. കുറേ കൂടി എഫിഷ്യൻ്റായ ആളുകൾ ആ മന്ത്രിസഭയിലുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കാനെന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ എല്ലാവരെയും മാറ്റി. ക്യാപ്റ്റൻ മാത്രം മാറാമെന്നു, ബാക്കി എല്ലാവരെയും മാറ്റിയത് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പുതുമുഖങ്ങളെ കൊണ്ടുവരണം എന്ന പേര് പറഞ്ഞ് പുതിയാപ്പിളയെ കൊണ്ടുവരാനാണോ എന്ന് പോലും ജനങ്ങൾ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ആഡംബരം, ആർഭാടം, ധൂർത്ത് ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല. അതും കേരളം വലിയ സാമ്പത്തിക തകർച്ചയിലൊക്കെ നേരിടുന്ന സമയത്ത് ഇതൊക്കെ ജനങ്ങൾക്കൊരു മനമെടുപ്പുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ഒരു ഭാഗത്ത് പെൻഷൻ യഥാസമയത്ത് കൊടുക്കാൻ പറ്റുന്നില്ല, കാശില്ലാത്തതുകൊണ്ടാണ് പെട്രോൾ ഡീസലിന് 2 രൂപ കൂടി സെസ് ഏർപ്പെടുത്തിയെന്ന് പറയുന്നു. അതൊരു കൂനിന്മേൽ കുരു. പൊതുവെ വില വർധനയോടെ ആൾ ബുദ്ധിമുട്ടുന്നു. അപ്പോഴുള്ളൊരു വർധനവ് ഇതൊക്കെ കൂടിയാകുമ്പോൾ ഗവൺമെൻറ്റിന് എതിരായിട്ടുള്ള ഒരു വികാരം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അത് ശരി. അത് നമ്മൾ സമ്മതിച്ചു തന്നാൽ തന്നെ സർക്കാരിനെ നമ്മൾ പൊളിറ്റിക്കലി ഓഡിറ്റിങ്ങിന് സ്വാഭാവികമാണ്, ഇലക്ഷനിൽ സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷം കൂടി ഭരണകൂടത്തിനൊപ്പം നിൽക്കുന്ന ഒരു 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 പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ പ്രതിപക്ഷം ഈ പറഞ്ഞ പോലെ അതിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ റോള്, കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിപക്ഷത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു റോള് കൃത്യമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടെന്ന് പറയാൻ പറ്റുമോ? പ്രതിപക്ഷം പിന്നെ നിയമസഭക്കകത്ത് പുറത്താണെങ്കിലും ഓരോ സംഭവം ഉണ്ടാകുമ്പോൾ ശക്തമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷം കുറച്ച് കൂടിപ്പോകാന്നല്ലാതെ അളവിൽ അതിനൊരു കുറവും വരുത്താറില്ല. അതിശക്തമായിട്ട് നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്, ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷെ ഇവർ കറക്റ്റ് ചെയ്യണം. ഇപ്പം ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ ഒരു മെഡിക്കൽ കോളേജിലൊരു സംഭവം, ചെറിയൊരു സംഭവമാണ്. ആ ഒരു ഓപ്പറേഷന് വിധേയയായ ICUവിൽ കഴിയുന്ന ഒരു സ്ത്രീയെ ഓപ്പറേഷൻ്റെ ആ മയക്കത്തിൽ നിന്ന് ആ സഹോദരി ഉണരുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരൻ ആ കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയോ അപമര്യാദയായി പെരുമാറുകയോ ചെയ്തു. ഈ സംഭവം സ്വാഭാവികമായും റിപ്പോർട്ട് ചെയ്തു. ഉടനെ തന്നെ 4-5 മറ്റ് ജീവനക്കാർ വന്നിട്ട് ഈ പീഡനത്തിന് വിധേയയായ ആ സഹോദരിയെ നിർബന്ധിച്ച് പരാതി പിൻവലിക്കാനുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിനെതിരെ ഈ അനിത എന്ന് പറയുന്ന സിസ്റ്റർ അവരെ ഔദ്യോഗിക കൃത്യഗുണം സത്യസന്ധമായി നിർവഹിക്കരുത്, മുകളിലോട്ട് റിപ്പോർട്ട് വെച്ചു. അതിൻ്റെ പേരിൽ ഒരാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു, 3-4 ആളുകൾ സസ്പെൻഷനിൽ കഴിയുന്നു. ഇവരെ മാറ്റിയത് ഈ അതിജീവിതയുടെ കൂടെ നിന്ന ആ സിസ്റ്ററെ ശരിക്കൊരു ഗുഡ് സർവീസ് എൻട്രിയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. ഇപ്പം കോവിഡ് രോഗം ആദ്യം കണ്ടുപിടിച്ച ഡോക്ടറൊക്കെ ആദരിക്കുന്നില്ല നമ്മൾ. അതുപോലെ ഈ സ്ത്രീയെ അവരേത് കക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവർ ട്രാൻസ്ഫർ ചെയ്തത് ഇടുക്കിയിലേക്കോ മറ്റോ ആണ്. അതിനപ്പുറത്തേക്ക് പിന്നെ കോയമ്പത്തൂരൊക്കെ മറ്റോ മാറ്റണ്ടേ. അപ്പോൾ പിന്നീട് അവസാനം അത് കോടതിയിൽ പോയി അവരിവിടെ തിരിച്ച് പ്രവേശിപ്പിക്കണം എന്ന് വിധി വന്നിട്ടും അത് നടപ്പിലാക്കാതിരിക്കാം. ആരോഗ്യമന്ത്രി, ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള ആരോഗ്യമന്ത്രി, ഈ അനിതയ്ക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുക. അന്ന് മാതൃഭൂമിയിൽ നേരത്തെ മുഖപ്രസംഗം വന്നു, ഒന്ന് മലയാള മനോരമയിൽ വന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ വന്നാൽ അത് ശ്രദ്ധിച്ച് തെറ്റാർക്കും പറ്റും.
അങ്ങനെയുള്ളൊരു തീരുമാനം വരുന്നില്ല നമ്മുടെ ഗവൺമെൻറ്. ജനങ്ങളെ വികാരം മനസ്സിലാക്കിക്കൊണ്ടുള്ള തീരുമാനങ്ങൾ വരുന്നില്ല. അതൊക്കെ ഈ ഇലക്ഷനിൽ എന്തായാലും പ്രതിഫലിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ടി.എൻ. പ്രതാപൻ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സിറ്റിംഗ് എം പിമാർക്കും വീണ്ടും മത്സരിക്കുകയാണ്. മാത്രമല്ല പല മണ്ഡലങ്ങളിലും 1-2 തവണ ടൈമൊക്കെ കഴിഞ്ഞവർ പിന്നെയും മത്സരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു പുതിയ തലമുറ ഓഫ് കാൻഡിഡേറ്റ്സിനെ പാർട്ടിക്ക് കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത്? അത് ശരിക്കും പരാജയമല്ലേ പാർട്ടിയെ സംബന്ധിച്ച്? പാർലമെൻറ്റ് ഇലക്ഷനിൽ വേണ്ടത്ര പുതിയ ആളുകളെ പരിഗണിച്ചില്ല എന്നൊക്കെ സത്യമാണ്. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ എങ്ങനെയെങ്കിലും സീറ്റുകൾ ലഭിക്കണം. ഒരു പരീക്ഷണത്തിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു സാഹസത്തിനോ ഒന്നും തന്നെ അതിന് പറ്റിയൊരു സമയമല്ലാതെ പോയി. അപ്പോൾ എം പിമാരെന്ന നിലയിൽ 2 തവണയായാലും 3 തവണയായാലും ഒരു കോൺഷ്യൻസിയിൽ നിറഞ്ഞു നിൽക്കുന്ന ജനങ്ങളുമായി അവരോടുമായി നിരന്തര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള ആളുകളെ ഇത്തവണ വീണ്ടും നിർത്തുന്നത് ഓരോ സീറ്റും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരിടത്തും തന്നെ കേരളത്തിൽ നിന്നാണ് സീറ്റ് കഴിഞ്ഞ തവണ കൂടുതൽ കിട്ടിയത്. ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നാണ് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള സീറ്റുകൾ ഏതെങ്കിലും ഒരു പുതിയ ആൾക്ക് ചാൻസ് കൊടുത്തുകൊണ്ട് ഒരു പരീക്ഷണം നടത്തി അത് കളയണ്ട എന്ന് നേതൃത്വം കരുതിയുകൊണ്ടാണ് അതിനുള്ള എല്ലാ ഡിസ്കഷനും നടത്തി എടുത്തൊരു ഉചിതമായ തീരുമാനമാണ്. ഇപ്പം ഒരു മാറ്റം, പ്രതാപൻ്റെ മാറ്റം പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണ്. പ്രതാപനെ നേരത്തെ തന്നെ ഇടയ്ക്ക് മത്സരിക്കുന്നില്ല എന്നൊക്കെ പ്രതാപൻ തന്നെ പറഞ്ഞിരുന്നു. പിന്നെ തൃശ്ശൂർ ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയും അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു എന്ന് വരുത്തുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഒരു നല്ല മത്സരം, അവിടെ ഒരു സീറ്റ് തൃശ്ശൂർ ഒരു അക്കൗണ്ട് തുടങ്ങാം എന്ന മട്ടിലാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരിക്കലും അനുവദിക്കരുത്. കേരളത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ളത് കൊണ്ട് വടകരയിൽ നിന്ന് തീർച്ചയായും മുരളിയായി ജയിക്കുകയായിരുന്നു. പക്ഷേ അയാൾ അതിൻ്റെ പ്രവർത്തനമൊക്കെ അവിടെ മത്സരിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാർട്ടി അദ്ദേഹത്തെ ഒരു ചാലഞ്ചായിട്ടെടുത്ത് തൃശ്ശൂർ മത്സരിക്കാൻ പറഞ്ഞു. അദ്ദേഹം തൃശ്ശൂർ മത്സരിച്ചു. പിന്നെ വടകര നിലനിർത്താൻ ഏറ്റവും യോഗ്യനായ ഒരാളെ എന്ന് പറയാം. കാരണം ഷാഫി പറമ്പിലിനെ ചെറുപ്പക്കാരനാണ്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും ഒക്കെ ഒരുപോലെ സംസാരിക്കാനുള്ള കഴിവുള്ള കാൻഡിഡേറ്റാണ്. അപ്പോൾ 2-3 തവണ നിയമസഭയിലെത്തിയിട്ട് ഏറ്റവും നല്ല നിയമസാമാജികൻ എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച ഷാഫിക്ക് അവിടെ അവസരം കൊടുത്തു. വടകര നല്ല ആ ഒരു തീരുമാനം, പാർട്ടി എടുത്ത ആ ഒരു തീരുമാനം ഗുണം ചെയ്യും. തൃശ്ശൂർ സീറ്റ് നിലനിർത്താൻ പറ്റും, വടകരയും തീർച്ചയായും നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ്. അതായത് അവസാന നിമിഷം ഈ മുരളീധരനെ വടകരയിൽ നിന്ന് തൃശ്ശൂർക്ക് മാറ്റിയതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ലോജിക്ക് ഇപ്പോഴും ശരിക്കും വിശദീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ പത്മജ BJP-യിലേക്ക് പോയത് മൂലം ഉണ്ടായിരുന്ന ഒരു ഷിഫ്റ്റ് ചിലപ്പോൾ അവിടെ സംഭവിച്ചേക്കാം എന്നുള്ളൊരു ഭീതി ചിലപ്പോൾ പാർട്ടിക്ക് ഉണ്ടാവും. മുൻ മുഖ്യമന്ത്രിയുടെ 2 മക്കൾ, അവർക്ക് എന്തുമാത്രം കഴിവുണ്ട്, ഇതൊക്കെ വേറെ വിഷയം. മാത്രമല്ല തൃശ്ശൂർ മുരളിയെ സംബന്ധിച്ച് കൈപ്പേറിയ ഒരു മണ്ഡലം കൂടിയാണ്. അത് ആ സാഹചര്യത്തിലാണ് ഏതായാലും തൃശ്ശൂർ ലീഡറുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയോജകമണ്ഡലമാണ് തൃശ്ശൂർ. ലീഡർ ജന്മം കൊണ്ട് കണ്ണൂർക്കാരനാണെങ്കിലും അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്, കൂടുതൽ കാലം പ്രവർത്തിച്ചത് തൃശ്ശൂരിലാണ്. കരുണാകരനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തിയ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. പക്ഷേ ഇപ്പോഴത്തെ ഇലക്ഷനിൽ ഏറ്റവും നല്ല തീരുമാനമായി പാർട്ടി സമീപകാലത്തെടുത്ത തീരുമാനങ്ങളിൽ നല്ലൊരു തീരുമാനമായി ഈ മാറ്റം എന്നാണ് മനസ്സിലാക്കും. ഷാഫി വന്നപ്പോൾ തന്നെ വടകരയിൽ ഷാഫിക്ക് അവിടെ ഒരു മാസ് എൻട്രിയാണ് ഉണ്ടായത്. അദ്ദേഹം നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടനം ഇതൊക്കെ തന്നെ വലിയ ഓളം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ ആക്ഷേപങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയ ഒരു ആരോഗ്യമന്ത്രിയായിരുന്നല്ലോ ശൈലജ ടീച്ചർ. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കൂടുതൽ വോട്ട് ഭൂരിപക്ഷം കിട്ടിയ ഒരാൾ കൂടിയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറുമെങ്കിൽ മുഖ്യമന്ത്രി ആക്കാനൊക്കെ പറ്റുന്ന ഒരാളാണ് എന്നൊക്കെ ഒരു ചർച്ചയുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയുള്ള കാൻഡിഡേറ്റാണ് അവിടെ മത്സരിക്കുന്നത്. നിയമസാമാജികയായ
ശൈലജ ടീച്ചറെ വടകര തിരിച്ചു പിടിക്കാൻ പാർട്ടി നിയോഗിച്ചു. അപ്പോൾ വടകര നഷ്ടപ്പെടാതിരിക്കാൻ നിയമസാമാജികനായ ഒരു ഞങ്ങളെ നിയമസഭയിൽ കോൺഗ്രസിൻ്റെ ശക്തനായ വക്താവും പുതുരക്തവുമായിട്ടുള്ള ഷാഫിയെ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. ഇപ്പോൾ കോൺഗ്രസ്സിലെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു മാനദണ്ഡം ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ അതെങ്ങനെയായിരിക്കുന്നു? ഇപ്പോൾ താങ്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കളോട് ആ ചോദ്യം ചോദിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതായത് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പുകളിൽ സാധ്യതാ പട്ടികയിൽ വരികയും ദുരൂഹമായ കാരണങ്ങളാൽ പല വർഷങ്ങൾ ഒഴിവാക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. സാധ്യതാ പട്ടികയിൽ ഇവിടെ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ കുറേ ആളുകളുടെ പേര് വരില്ല. അതെ, അതാണ് സാധ്യതാ പട്ടിക. അത് ചിലപ്പോൾ സംസ്ഥാന ഇലക്ഷൻ കമ്മിറ്റിയും അത് വെച്ച് മേലോട്ടയക്കും. അവിടെ എത്തിയതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ച നടക്കും എല്ലാ രീതിയിലും. പിന്നെ ഏത് കാൻഡിഡേറ്റ് ആയാലാണ് നന്നാവുക എന്നതിനെക്കുറിച്ചൊക്കെ അവർ കാര്യങ്ങൾ നന്നായി വിശകലനം ചെയ്ത് ചർച്ച ചെയ്ത് പഠിച്ച് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതാണല്ലോ പതിവ്. ഇപ്പം എൻ്റെ തന്നെ പിന്നെ കഴിഞ്ഞ നിയമസഭയിൽ എൻ്റെ മുമ്പത്തെ ഒരു ഇലക്ഷനിൽ 5 ഞാൻ അവസാനമായി മത്സരിച്ചത് 96 96 കഴിഞ്ഞ് ഇപ്പോൾ 28 വർഷമായി ഞാൻ മത്സരിച്ചിട്ടില്ല. 91 ഞാൻ മത്സരിച്ചിരുന്നു, അത് വടകരയിൽ. 96 നാദാപുരത്ത്. വടകരയിൽ മത്സരിക്കുമ്പോൾ ചന്ദ്രശേഖറുമായിട്ടാണ് മത്സരിച്ചത്. അന്ന് RMP ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ ചെറുപ്പക്കാരനാണ്. എങ്കിലും എനിക്ക് വടകരയിൽ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. സപ്പോർട്ട് കിട്ടിയ ഒരുപക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വടകരയിലുള്ള മത്സരിക്കാൻ ആഗ്രഹിച്ച 3-4 ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആൾക്ക് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അയാൾ വരുന്നില്ലല്ലോ എന്ന സന്തോഷം കൊണ്ടാകാം. എന്നിരുന്നാലും അവിടെ വലിയ നല്ല ഒരു സ്വീകരണമായിരുന്നു അന്ന് എനിക്ക് കിട്ടിയിരുന്നത്. നല്ല മത്സരം കാഴ്ചവെക്കാനാണ് സാധിച്ചിരുന്നത്. 10,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. പക്ഷെ അതിനുമ്പോൾ മത്സരിച്ച സുജനപാലും അതേ വോട്ട് 10,200 മറ്റേ സുജനം തോറ്റു. ഞങ്ങളൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വടകരൊക്കെ മത്സരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായ ഒരു കാര്യം, ഒരു ടെൻഷനുമില്ല. കാരണം ഞാൻ തോൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവിടെ മത്സരിച്ച ചന്ദ്രശേഖരനും ടെൻഷനില്ല, അയാൾ ജയിക്കുന്ന അങ്ങേർക്കും ഉറപ്പ്. അപ്പോൾ ഒരു ടെൻഷനും ഇരു സ്ഥാനാർത്ഥികൾക്കും ഇല്ലാത്ത ഒരു ഇലക്ഷൻ. പക്ഷേ വോട്ട് ചോദിക്കാൻ പോകാനൊക്കെ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ഒരു രാഷ്ട്രീയം. അങ്ങനെയാണ്. ചില ഏരിയയിലൊക്കെ പോയി വോട്ട് ചോദിക്കാൻ LDFകാർക്ക് അങ്ങനെ വഞ്ചിയം പോലുള്ള സ്ഥലത്തൊക്കെ വലിയ മുൻതൂക്കമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇന്നത്തതുപോലെയും സോഫ്റ്റ് ആയിരുന്നില്ല അവർ. അപ്പോൾ അവിടെയൊക്കെ തടസ്സങ്ങൾ ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ഇലക്ഷനിൽ ഈ കൗണ്ടിങ് സമയം ഞാനിപ്പോൾ ഓർക്കാം. കൗണ്ടിങ് സമയത്ത് ഞാൻ എൻ്റെ ബാഗിൽ ഒരു ചെറിയ കതർ ഷാൾ കരുതി വെച്ചിരുന്നു. അപ്പോൾ വോട്ടെല്ലാം എണ്ണി. പിന്നെ തുടക്കത്തിൽ ഒരു 8,000 വോട്ടിന് ഞാൻ ലീഡ് ചെയ്തൊരു സന്ദർഭമുണ്ട്. അതവിടെയുള്ള തായങ്ങാടി പോലുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെനിക്കും അറിയാം. അവിടെ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഈ ഒരു 10-15 മിനിറ്റ് ആ ലീഡുണ്ടാവുള്ളൂ. അന്നങ്ങനെ ലീഡ് ചെയ്തു. പിന്നെ അവസാനം തോറ്റപ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ കരുതി വെച്ച ആ ഷാളെടുത്ത് മറ്റാരും തന്നെ ഹാരമണിയിക്കുന്നതിന് മുമ്പായി അവിടെ ജയിച്ച ചന്ദ്രശേഖരന് ഞാൻ പോളിംഗ് സ്റ്റേഷനിൽ വെച്ചൊരു മാലയിട്ടു. ചന്ദ്രശേഖരന് മക്കളൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം വളരെ വികാരാധീനനായി എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നനയുന്നതായി എനിക്ക് തോന്നി. വളരെ ഇമോഷണലായി. അന്ന് ഞാൻ ഓർക്കുകയാണ്. പിന്നെ എന്നോട് വലിയ ഇഷ്ടമായിരുന്നു അതിന് ശേഷമൊക്കെ. പിന്നെ സത്യമൊകേരിയായിട്ട് നാദാപുരത്ത് മത്സരിച്ചു. അതൊക്കെ തന്നെ നല്ലൊരു മത്സരമായിരുന്നു. കാരണം തോൽക്കുന്നൊക്കെ ഉറപ്പാണെങ്കിലും നല്ലൊരു സൗഹൃദവും ഇപ്പോഴും കണ്ടാലും പണ്ട് മത്സരിച്ചൊരു സൗഹൃദം, വലിയ സ്നേഹമൊക്കെയാണ്. പിന്നെ കഴിഞ്ഞ ഒരു ഇലക്ഷനിൽ എനിക്ക് ഒരു 5 സ്ഥലത്ത് സാധ്യതാ പട്ടികയിൽ ഞാൻ തന്നെ പറഞ്ഞു 1-ാം സ്ഥാനത്ത് എൻ്റെ പേര് വന്നിരുന്നു. പക്ഷേ ലിസ്റ്റ് വന്നപ്പോൾ ഒഴിവാക്കിയ പട്ടികയിലും 1-ാം സ്ഥാനത്ത് എൻ്റെ പേര് തന്നെയായിരുന്നു. അപ്പോൾ ഈ സാധ്യതാ ലിസ്റ്റ് അതൊന്നും സ്ഥാനാർത്ഥി ആവണമെന്നില്ലല്ലോ. പിന്നെയും മേലെ കമ്മിറ്റിയും സ്ക്രീനിങ് കമ്മിറ്റിയും അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണത്. തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ തന്നെ എങ്ങനെയായിരുന്നു താങ്കൾക്ക് കിട്ടിയത്? തോൽക്കുന്ന ഉറപ്പുള്ള മണ്ഡലം കിട്ടിയത് വടകര, നാദാപുരമൊക്കെ അന്ന് ഇന്നത്തേതുപോലെയല്ല. ഇപ്പോൾ വടകര ഞങ്ങളെ മണ്ഡലമായി. നാദാപുരം പോലും ചെറിയ ഡിഫറൻസായി. അന്ന് അതൊന്നും ഒരിക്കലും ജയിക്കില്ല എന്നുറപ്പുള്ളതാണ്. പക്ഷെ അതിനു വേണ്ടിയുള്ള പ്രത്യേക പ്രഷറോ സമ്മർദ്ദമോ ഒന്നും ഞാൻ നടത്തേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഞാനൊരു തമാശയിലൊരു കാര്യം ഓർമ്മിക്കുക. ഈ
ഞാൻ വടകര സീറ്റ് ലഭിക്കുന്നതിന് മുമ്പ് AK ആൻ്റണി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിരുന്നു. ഇത്തവണ സ്ഥാനാർത്ഥികളെ വെക്കുമ്പോൾ സ്വഭാവശുദ്ധി കൂടി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ ഒരു മാനദണ്ഡമായി എടുക്കുന്നു. അപ്പം പിന്നീട് ഞാൻ AK ആൻ്റണിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് മൂത്തവർ 2 പെൺകുട്ടികളാണ്. അങ്ങ് പറഞ്ഞല്ലോ ഇങ്ങനെ സ്വഭാവശുദ്ധിയുള്ളവരെയാണ് സ്ഥാനാർത്ഥികളായി വെക്കുക. ഇതിനു മുമ്പൊന്നും എനിക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്കൊരു പ്രയാസമില്ലായിരുന്നു. ഇത്തവണ സീറ്റ് നിഷേധിച്ചാൽ സ്വഭാവശുദ്ധി ഇല്ലാത്തതുകൊണ്ട് പുറത്തായിപ്പോയി എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ കല്യാണത്തിന് പോലും അത് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് നിർബന്ധമായും സീറ്റ് വേണമെന്ന് തമാശയിൽ ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞെന്നല്ലാതെ പ്രത്യേകമായി ആരോടെങ്കിലും സീറ്റിന് വേണ്ടി ഒന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെ ഒരു പ്രഷർ ചെലുത്തുന്ന അതെനിക്ക് ഒരു പക്ഷേ അറിവില്ലാത്തതുകൊണ്ടായിരിക്കും അത് ഞാൻ നടത്തിയിട്ടില്ല. ഇപ്പോൾ 1989 കെ മുരളീധരൻ ആദ്യമായിട്ട് MP ചിവാവയ്ക്കെതിരെ അത് അങ്ങനെ ഓർക്കുന്നുണ്ട്. ആ കാലം, ആ ഇലക്ഷൻ കാലം സജീവമായിരുന്ന സമയമായിരിക്കുമല്ലോ. ഉണ്ടല്ലോ. ആ അട്ടിമറി എങ്ങനെയാണ് സാധ്യമായത്? അന്ന് MP ചിവാവയ്ക്കെതിരെ MP ചിവാവൻ്റെ ഇവിടെ MP ആയ സമയത്ത് 1989 ആദ്യ MP ആയ ഇലക്ഷനിൽ നിന്ന് അന്ന് ഞാൻ ലെഫ്റ്റ് മുന്നണിയിലാണ്. ആൻ്റണി കോൺഗ്രസും CPM കേരളത്തിൽ ചെറിയ പീരീഡ് ആണെങ്കിൽ അലയൻസ് ഉണ്ടായിരുന്നല്ലോ. അന്ന് MP ചിവാവയുടെ ഫസ്റ്റ് കാൻഡിഡേറ്റായി വന്നു. അന്ന് കൊടുവള്ളി നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ. എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടല്ല, കോൺഗ്രസ്സുകാരനെ ചെയർമാനാക്കണമല്ലോ. അപ്പോൾ ചെറുപ്പക്കാരൻ യൂത്ത് കോൺഗ്രസ് KSU ഒക്കെ ആയിട്ടുള്ള KC അബുവിനെ അന്ന് ചെയർമാനായി MP ചിവാവയോടൊപ്പം വർക്ക് ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഇലക്ഷൻ ഒരു അനുഭവമാണ്. കാരണം അന്ന് ഇങ്ങനെ പലയിടത്തും ഇങ്ങനെ ചെറിയ ചെറിയ ബോർഡുകളൊക്കെ, ഇന്നത്തെ മാതിരിയല്ല ഫ്ലെക്സ് വലിയ ബോർഡൊന്നും, എഴുതിയ ബോർഡുകൾ, ചാക്ക് ബോർഡുകൾ, അതിലൊക്കെ ഇയാളിങ്ങനെ സിഗരറ്റ് ബേക്കിൻ്റെ പുറത്തും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആളുകളെ നിയമിച്ചു എന്നൊക്കെയുള്ള പരാതികൾ ഇയാൾ പ്രസംഗിക്കുന്ന വേദിക്ക് മുമ്പ് പോലും കൊണ്ടുപോയിട്ട് വെച്ചതൊക്കെ ഓർമ്മയുണ്ട്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞ രസകരമായ മറുപടി ഈ ബോർഡ് ചൂണ്ടിക്കാണിച്ചിട്ട്, ഈ നിഷേധിക്കല്ല, ഈ KSRTCയിൽ സിഗരറ്റ് പേക്കിൽ ലിസ്റ്റ് തന്നിട്ട് ഞാൻ ആളുകളെ നിയമിച്ചിട്ടുണ്ട്. ഞാൻ മന്ത്രിയായിരിക്കുമ്പം ഞാൻ എൻ്റെ പാർട്ടിക്കാരെയാണ് വെക്കേണ്ടത്, അല്ലാണ്ട് KPCC ഓഫീസിൽ നിന്നുള്ള ലിസ്റ്റ് നോക്കിയിട്ടല്ല. ഇതൊക്കെ ഞാൻ ചെയ്ത കാര്യമാണ് എന്നാണ് യോഗത്തിൽ പറഞ്ഞത്. ഇപ്പോൾ ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കോൺഗ്രസിൻ്റെ ഭാഗമായി. കെ മുരളീധരൻ ഇവിടെ കാൻഡിഡേറ്റായി. പിന്നെ അടിയോടിക്ക് ശേഷമാണ് വന്നത്. MP ചിവാവ മാറി ഡോക്ടർ അടിയോടി വന്നു. അടിയോടിക്ക് ശേഷമാണല്ലോ മുരളി വരുന്നത്. അടിയോടി മരിച്ചു. മാത്രമല്ല അന്ന് ഗ്രൂപ്പിസം വളരെ ശക്തമായിട്ടുള്ള ഗ്രൂപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇലക്ഷൻ വരുമ്പോൾ ഈ ലീഡറുടെയും ആൻ്റണിയുടെയും കാലത്ത് ഇലക്ഷൻ്റെ ആ പ്രഖ്യാപനം വരുന്നവരെ അതിഭയങ്കര തീവ്രമായ ഗ്രൂപ്പ് ഉണ്ടാവും. ഒരു ലിസ്റ്റുമായി ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു ഫ്ലൈറ്റ് പോലും അവർ പോകില്ല. ഒരാൾ ചൊവ്വാഴ്ച രാവിലത്തെ ഫ്ലൈറ്റ് ആണെങ്കിൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റാണ്. അങ്ങനെയൊക്കെയാണ്. മുരളീധരൻ ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തെ ആളാണെന്ന് ആക്ഷേപിക്കപ്പെട്ടിരുന്നത്. പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അന്ന് ലീഡറും ആൻ്റണിയും പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഭയങ്കരമായ വർക്ക് നടന്നിട്ടുണ്ട്. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ പോലും മാറ്റിയത് ഓർമ്മയുണ്ടോ? KP നൂറുദ്ദീൻ, അതുപോലെ ശിവദാസ് നായർ, 3 പേരെ മാറ്റി. ധനപാലൻ ഉൾപ്പെടെ 3 പേരെ മാറ്റി. അവർ പോസ്റ്റ് അടിച്ചിരുന്നു, ഒരുപാട് ദൂരം മുന്നോട്ട് പോയിരുന്നു. എന്നിട്ട് മാറ്റിയ സീറ്റിലൊന്നും തന്നെ തോറ്റില്ല. അപ്പം ലീഡറും ആൻ്റണിയും തമ്മിൽ പിന്നെ ഭയങ്കരമായ ഒരു കോമ്പിനേഷനായിരുന്നു. അവർ ഒരു ആരോഗ്യകരമായ മത്സരമൊക്കെ ആയിരുന്നു അതുണ്ടായിരുന്നത്. ഉദാഹരണം, ഞാനെപ്പോഴും സിനിമ ഒക്കെ കൂട്ട് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിൽ മത്സരം ഉണ്ടെന്ന് വേണേൽ പറയാം. പക്ഷേ 2 പേരും നിലനിൽക്കുന്ന അവർ 2 പേരും ഉള്ളതുകൊണ്ടാണ്. ഇവർ തമ്മിലുള്ള മത്സരമൊക്കെ മലയാള സിനിമക്കും മലയാള നാടിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഗ്രൂപ്പിസം ശരിക്കും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. കോൺഗ്രസിന് അതൊരു ക്ഷീണം ഒന്നുണ്ടായില്ല. ശക്തിപ്പെടുത്തി പറയാം. നല്ലതായിരുന്നു. പിന്നെ ലീഡറോട് പിന്നെ ഭയങ്കര റെസ്പെക്റ്റ് ആയിരുന്നു AK ആൻ്റണി ഉണ്ടായിരുന്നത്. ലീഡർ മരിച്ചതിന് ശേഷം ഒരു ഡൽഹിയിൽ വെച്ചൊരു അനുസ്മരണ നടത്തിയിരുന്നു. അപ്പം
AK ആന്റണി സെൻട്രൽ മിനിസ്റ്ററാണ്, മോത്തിലാൽ വോറ, അതുപോലെ പറയുക കേരള ഹൗസിൻ്റെ മുറ്റത്ത് കെട്ടിയ ഒരു പ്രത്യേക പന്തല്ല അന്ന് ആന്റണി പ്രസംഗിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും ഞാൻ ലീഡറുടെ തീരുമാനത്തിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. എൻ്റെ സഹപ്രവർത്തകർ അന്ന് പലരും പരിഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ലീഡർക്ക് മുമ്പിൽ ഒന്ന് വഴങ്ങിക്കൊടുത്തത് ലീഡറുടെ കോൺഗ്രസ് പാർട്ടിക്ക് ലീഡറുടെ കോൺട്രിബ്യൂഷൻ എൻ്റെ കോൺട്രിബ്യൂഷനേക്കാൾ വലുതായിരുന്നു എന്ന് എനിക്കറിയാവുന്നത് കൊണ്ടായിരുന്നു. പിന്നെ ആ രൂപത്തിലാണ് ആന്റണി കേരളം കണ്ട എക്കാലത്തെയും ഒന്നാമത്തെ ലീഡറായിരുന്നു കരുണാകരൻ എന്ന് ആന്റണി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കരുണാകരനെ പോലും മാറ്റാനൊക്കെയുള്ള പല അത് പാർട്ടിയിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആരോഗ്യകരമായിരുന്നു, ആദർശത്തിൻ്റെ പേര്, നയത്തിൻ്റെ പേരിലായിരുന്നു. ഇതൊക്കെയാണെങ്കിലും പാർട്ടിക്കാരായിരുന്നല്ലോ. ഇപ്പോൾ ഒരു ഈ മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞൊരു സംഗതിയെ പറ്റി പലരും പറയാറുണ്ട്. എല്ലാവരും നോക്കുന്നത് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ട്. അതങ്ങനെ ഉണ്ടോ? മുസ്ലിം വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ? അത് പണ്ടേ കേരളത്തിൽ നമ്മളിങ്ങനെ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ ഒരു തൊട്ടാവാടികളുടെ സ്വഭാവമാണ്. എളുപ്പത്തിലിണങ്ങും, അതിലേറെ വേഗതയിൽ പിണങ്ങുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. തൊട്ടാവാടി നമ്മൾ തൊട്ടാൽ ഉടനെ ഉറങ്ങും, കുറച്ച് കഴിഞ്ഞാൽ ഉണർന്നു വരും. മുസ്ലിം കമ്മിറ്റിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടോയെന്ന് നമ്മൾ സംശയിച്ചു പോകും. പണ്ട് പല ഇലക്ഷനിലും ഇപ്പം നമ്മൾ കേരളത്തിൽ ഒരു ഇലക്ഷനിൽ പിന്നെ മദനിക്ക് പിന്തുണ കൊടുക്കുക. മദനി മഹാത്മാഗാന്ധിക്ക് തുല്യാന്ന് പറഞ്ഞ നേതാക്കന്മാരും ഞാൻ പറയുന്നില്ല, വലിയ നേതാവ് വരെ പറഞ്ഞു മഹാത്മാഗാന്ധിക്ക് തുല്യമാണ് മദനി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ജില്ലാ കൗൺസിലർ ആ സമയത്താണ് സദ്ദാം ഹുസൈൻ്റെ ഫ്ലക്സ് ഫോട്ടോ ഒക്കെ വന്ന് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. അതിന് കേരളത്തിലെ കോട്ടയം ഒഴിച്ചുള്ള മറ്റെല്ലാ ജില്ലാ കൗൺസിലും മലപ്പുറം ഒഴിച്ചുള്ള എല്ലാം തന്നെ LDF ജയിച്ചു. അപ്പം ഈ ഒരു വികാരം ഉണർത്തിയാൽ ഇലക്ഷനിലെ ആംഗിളിൽ പ്രയോജനമുണ്ട് എന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായി. അതുകൊണ്ടാണ് ഓരോ ഇലക്ഷൻ വരുമ്പോൾ മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാൻ കഴിയും എന്ന് ചിലർ ധരിക്കുക. അതായത് വികാരപരമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ് ഇപ്പോൾ മുസ്ലിം. വികാരപരമായി ചോദിച്ചാൽ ഇതൊക്കെ പറഞ്ഞ് അവർ അന്ന് അടക്കാൻ, പക്ഷെ അവിടെ നിന്നും കുറേ കാലം മുന്നോട്ട് പോയി. ഇന്ന് നല്ല എഡ്യൂക്കേഷൻ ആ രംഗത്തൊക്കെ മുസ്ലിംസ് വല്ലാതെ മുന്നോട്ട് വന്നു. ഇന്നിപ്പോൾ അത്തരം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടെ പോതാ കൊടി വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്താൻ പറ്റിയില്ല. രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ കോൺഗ്രസിന്റെ കൊടിയില്ല, മുസ്ലിം ലീഗിന്റെ കൊടി അവിടെ പ്രഖ്യാപിത വിലക്കുണ്ടായിരുന്നോ? പക്ഷെ കഴിഞ്ഞ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പോൾ കോൺഗ്രസിന്റെ കൊടി, ലീഗിന്റെ എല്ലാ കൊടിയും ഉണ്ടല്ലോ. അപ്പം ഇന്ത്യയിൽ അതൊരു വലിയ പാകിസ്ഥാന്റെ കൊടിയാണ് അവിടെ പറക്കുന്നത് പ്രചരണം വന്നു. പാകിസ്ഥാന്റെ കൊടി അവരെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന കാൻഡിഡേറ്റാണ്. അത് അമേഠിയിൽ വരെ അത് ബാധിച്ചു. അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ ഒരു വിലക്കൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടത്. ഞങ്ങൾ ഒരു പ്രവൃത്തിയും ഇന്ത്യ മുന്നണിക്ക് ഒരിടത്തും പ്രചരണപരമായ ഒരു തലത്തിലും ക്ഷീണം ചെയ്യരുത് എന്ന തിരിച്ചറിവ് ഞങ്ങളുടെ ഒരു നിർദ്ദേശവും കൊടുക്കാതെ തന്നെ താഴെയുള്ള ആളുകൾക്കുണ്ട്. ഇതൊന്നും പോക്കറ്റിൽ നോമിനേഷൻ കൊടുക്കാൻ പോകും കൊടിയൊന്നും ആവശ്യമില്ലല്ലോ. ഇതൊന്നൊക്കെ വെറുതെ പറയാൻ, ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും നടക്കില്ല. ഇപ്പം നമ്മുടെ കോഴിക്കോട്ട് ഇവിടെ മത്സരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് പെട്ടെന്ന് ഒരു ദിവസം പേരിനോടൊപ്പം ഇക്ക എന്ന് ചേർത്ത് പോസ്റ്റ് അടിക്കുക. അത് ഈ പറഞ്ഞതുപോലെ മുസ്ലിം വോട്ട് ഒരു ഇക്ക ചേർത്തുകൊണ്ട് കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചിട്ടോ ആരോ പറഞ്ഞു കൊടുത്തിട്ടോ ആയിരിക്കും. പക്ഷെ കോഴിക്കോടിനെ കുറിച്ച് അവർ മനസ്സിലാക്കണം. ഡോക്ടർ KG അടിയോടി എപ്പോഴും ചന്ദനക്കുറിയൊക്കെ തൊടുന്ന ആളാണ്, ഈശ്വരഭക്തനാണ്. ഡോക്ടർ KG അടിയോടി മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി ബാവ ഹാജിയാണ്. 5 നേരവും നിസ്കരിക്കുന്ന, നിസ്കാരത്തായമ്പുള്ള നരച്ച താടിയുള്ള ബാവ ഹാജിയേറ്റ മത്സരം. പക്ഷെ 58,000 വോട്ടിന് ഡോക്ടർ KG അടിയോടി ജയിച്ചു. മുസ്ലിംസ് ഭൂരിപക്ഷമുള്ള കൊടുവള്ളിയിൽ പോലും ഡോക്ടർ KG അടിയോടിക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായി. കോഴിക്കോട് സൗത്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിലുണ്ടായി. മതവും ജാതിയും നോക്കി, നിസ്കാരത്തായ്മ നോക്കി, ചന്ദനക്കുറി നോക്കി വോട്ട് ചെയ്യുന്ന പാരമ്പര്യമല്ല കോഴിക്കോട്ടുകാർക്കുള്ളൂ. CM ഇബ്രാഹിം K മുരളീധരൻ മത്സരിച്ചു. CM ഇബ്രാഹിം ഈ നിസ്കാരത്തായ്മ മോശമായിരുന്നില്ല. പക്ഷെ ജാതി അത്തരത്തിലുള്ള ഒരു ചിന്തയും കൂടാതെ വോട്ട് ചെയ്യുന്നൊരു ജനമാണ് കോഴിക്കോട്ടുള്ളത്. പക്ഷേ രാഘവേട്ടെന്ന് വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കരീംഖാന്ന് വിളിക്കുമ്പോൾ എന്താ കുഴപ്പം? പെട്ടെന്ന് ഈ ഇലക്ഷൻ സമയത്ത് ഇപ്പോൾ അബുവിനൊരു പുതിയ പേരിടുണ്ടല്ലോ,
കരീമിന് അതിനേക്കാൾ നല്ല പേര് സഖാവാണ്. അല്ല, അദ്ദേഹത്തിനെ കരീംഖാന്ന് ഈ വിളിക്കുന്നതുകൊണ്ട് സഖാവ് എന്ന് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ തന്നെ എന്താ നിങ്ങൾ ഒരു കാലത്ത് സഖാവ് എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സിലേക്ക് വരിക കൃഷ്ണപിള്ളയുടെ രൂപമാണ്. സാഹിബ് എന്ന് പറഞ്ഞാൽ അബൂനല്ലോർക്ക, അത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയാണ്. ഈ സഖാവ് എന്ന് പറഞ്ഞാൽ തന്നെ ധാരാളം മതിയല്ലോ. അല്ല, കരീംഖാന്ന് വിളിക്കുമ്പോൾ എന്താണ് ഒരു പ്രശ്നമാവുന്നതെന്നാണ് ഒരു പ്രശ്നമില്ല. ഈ ഇലക്ഷന് വേണ്ടി ഇതുവരെ വിളിക്കാത്ത ഒരു പേരവിടെ, അത് അവരെന്നെ എടുത്തു മാറ്റി. അങ്ങനെ ഒട്ടിച്ച പോസ്റ്റർ പലയിടത്തും ഒട്ടിച്ചത് ഒക്കെ മാറ്റി ഇപ്പം സഖാവ് എന്ന പേര് തന്നെ നല്ല ഫിക്സ് ബോർഡിൽ തന്നെ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അപ്പം അത് ഞങ്ങൾ പറയുന്നത് അവരങ്ങനെ വെക്കുന്നുണ്ട് കുഴപ്പമില്ല, പക്ഷെ അതൊന്നും തന്നെ ഇവിടെ വോട്ടിനെ ബാധിക്കും. രാഘവനെ രാഘവേട്ടൻ എന്ന് വിളിക്കുന്നത് അത് ഞങ്ങളൊരു പോസ്റ്റർ അടിച്ചിട്ട് വന്ന ഒരേട്ടം വിളിയല്ല. രാഘവൻ ഇവിടെ ഇപ്പോൾ 15 വർഷമായിട്ട് പാർലമെൻറ്റ് മെമ്പറാണ്. ആദ്യം ജയിച്ചത് 800 താഴെക്കോട്ടിലാണ്. അന്ന് രാഘവൻ ആരും അറിയില്ല, ആരാണ് രാഘവൻ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. പക്ഷേ ഒരു ഇഞ്ചോട് ഇഞ്ച് മത്സരിച്ച് ആദ്യ ഇലക്ഷനിൽ ചെറിയ വോട്ട് ജയിച്ചു. അടുത്ത ഇലക്ഷൻ ആകുമ്പോൾ അത് ഭൂരിപക്ഷം 18,000 ഉയർന്നു. അത് 18,000 വരുന്നത് വിജയരാഘവനായിട്ടാണ്, കേന്ദ്ര കമ്മിറ്റി മെമ്പറൊക്കെയാണ്. പക്ഷെ 18,000 കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം 85,000 ചെറിയ സ്ഥാനാർത്ഥിയുമായിട്ടല്ല മത്സരിച്ചിരുന്നത്, പ്രദീപ് കുമാറുമായിട്ടാണ്. പക്ഷെ ആളുകൾ പ്രദീപ് കുമാർ നല്ല നിയമസാമാജികനാണ്, അങ്ങേർക്ക് നിയമസഭ തന്നെ പോരെ, ഇയാൾ പാർലമെൻറ്റിൽ പോയിക്കോട്ടെ എന്നൊക്കെ സംസാരിച്ചവരുണ്ട്. പ്രദീപ് കുമാറിനോട് ഇഷ്ടക്കുറവുണ്ടെന്നല്ല, രാഘവനോട് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കാം രാഘവൻ 85,000 വോട്ട് അയച്ചു. രാഘവന് ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ രാഘവൻ എന്നും ഒരു ഇലക്ഷനിലെ സ്ഥാനാർത്ഥിനെ പോലെ പെരുമാറുന്ന ഒരാളാണ്. നമ്മൾക്ക് ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ സമയത്ത് നമ്മളൊരു കുറെ കൂടി ഓടുകയും വർക്ക് ചെയ്യുകയും എല്ലാം ചെയ്യും. രാഘവൻ അതല്ല, രാഘവൻ എന്നും ഒരു കാൻഡിഡേറ്റിനെ പോലെ, എപ്പോഴും ഒരു സ്ഥാനാർത്ഥിനെ പോലെ ശ്രദ്ധിച്ച് കരുതലോടുകൂടി കരുക്കൾ നീക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് രാഘവൻ. ഇതുപോലെ ഒരു എലക്ട് ചെയ്ത മെമ്പറെ പോലെ ജനങ്ങളുമായൊരു ബന്ധം നിലനിർത്താൻ ഒരു രാജ്യസഭ മെമ്പർ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു അകൽച്ച, ചെറിയൊരു ഡിസ്റ്റൻസ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് എന്ന് സത്യമാണ്. ഇപ്പോൾ രാഘവനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജനങ്ങളുടെ ബന്ധത്തിൻ്റെ അടുത്ത് നിൽക്കുക, അവരോടൊപ്പം നിൽക്കുക, കല്യാണം മരണം ഒരു സാന്നിധ്യം ഉണ്ടല്ലോ. രാഘവനെ ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പറെ പോലെ പാർലമെൻറ്റ് മെമ്പർ ആവണമെന്ന് ചോദിക്കും ചിലർ. പക്ഷേ പഞ്ചായത്ത് മെമ്പറെ പ്രസൻസ് പോലെ ഒരു പാർലമെൻറ്റ് മെമ്പർ എല്ലായിടത്തും ഇങ്ങനെ എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലസ്സായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് തന്നെ രാഘവന് പിന്നെ ഒരു മത്സരിക്കുന്ന കാൻഡിഡേറ്റ് നല്ല കോൺഫിഡൻസ് വേണം. ഒരു കോൺഫിഡൻസ് ഒരു ഘടകമാണല്ലോ. രാഘവന് ഞാൻ ഒരുപാട് ആളുകളുടെ കൂടെ നടന്നിട്ടുണ്ട്. നല്ല കോൺഫിഡൻസ് ഉള്ള കാൻഡിഡേറ്റ്, ഒരു കോൺഫിഡൻസ് ജയിക്കുന്നുള്ളൊരു വിശ്വാസം, അത് ആവശ്യത്തിലേറെയുള്ള ഒരു കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവരുടെ ജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എതിരാളികൾ പോലും പറയുന്നില്ല. അങ്ങനെ കോഴിക്കോട്ട് മറ്റൊന്നും സംഭവിക്കുന്ന ആരും പറയുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും ജയിക്കുന്നത് ഫസ്റ്റിൽ തന്നെ എറണാകുളം പോലെ, പിന്നെ അങ്ങനെ കോൺഗ്രസിന് 8 മണിയാകുമ്പോൾ തന്നെ അനുകൂലമായ റിസൾട്ട് വരാവുന്ന കോൺസ്റ്റിറ്റ്യുൻസി ആയത് മാറിയിട്ടുണ്ട്. ഒരു ഇമോഷണൽ വോട്ടിങ്ങിൽ നിന്ന് ഈ മുസ്ലിം വോട്ട് ഒരു പ്രശ്നാധിഷ്ഠിത വിഷയാധിഷ്ഠിത വോട്ടിങ്ങിലേക്ക് മാറി എന്ന് പറയാൻ പറ്റും ഈ കാലഘട്ടങ്ങളിൽ? ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മാറിയത് പിന്നെ മാർക്സിസ്റ്റ് നേതാക്കന്മാരുടെ പടം പോലും വെക്കാതെ മദനീൻ്റെ പടം വെക്കുക, അതിൻ്റെ ചുവടെ മത്സരിക്കുന്നവരെ പേര് വെക്കുക, അത് ഭയങ്കരമായി സ്വാധീനിച്ചു. ഒരു ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ കോൺഗ്രസ് 1 സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ, 1 സീറ്റ്. അതുപോലെ ജില്ലാ കൗൺസിൽ ഒന്നായിട്ട് മലപ്പുറം ഒഴിച്ച് ബാക്കി എല്ലാം ലെഫ്റ്റിന് കിട്ടുക. അപ്പോൾ അത് സമർത്ഥമായിട്ട് അതുപയോഗിക്കാൻ EMSനെ പോലെയുള്ള അന്നത്തെ രാഷ്ട്രീയ ബുദ്ധിരാക്ഷസന്മാർക്ക് അതിസമർത്ഥമായി കരുക്കൾ നീക്കാൻ പറ്റുന്ന ആളുകൾക്ക് അന്നത് സാധിച്ചു. പിന്നെ സദ്ദാം ഹുസൈനെ സംബന്ധിച്ചിടത്തോളം സദ്ദാം ഹുസൈൻ്റെ പേരൊന്നും ഇപ്പോൾ ആരും പറയുന്നില്ലല്ലോ. പക്ഷേ എല്ലായിടത്തും സദ്ദാമിൻ്റെ പടങ്ങളും ഇതൊക്കെ വന്ന് പ്രചരണത്തിൽ അച്യുതാനന്ദൻ്റെ പടമൊക്കെ വെക്കുന്നത് സദ്ദാം ഹുസൈൻ്റെ പടം വെച്ച് നടത്തിയില്ലേ. ഇന്നിപ്പം ആ രൂപത്തിലൊന്നുമില്ല. ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, പലസ്തീൻ്റെ കാര്യം, അല്ലെങ്കിൽ പിന്നെ പൗരത്വ നിയമ ഭേദഗതിൻ്റെ കാര്യം, ഞങ്ങൾ ജയിച്ച പൗരത്വ നിയമ ബില്ല് കടലിലെറിയും എന്നൊക്കെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM പറയുന്നത്. അവർ പാർലമെൻറ്റ് ഇലക്ഷനല്ലേ, പാർലമെൻറ്റ് ഇലക്ഷനിൽ 543 അംഗങ്ങളാണ് പാർലമെൻറ്റുള്ളത്.
അതിനകത്ത് ഒരു 273 സീറ്റ് വേണ്ടേ? സ്വന്തം കിട്ടിയില്ലെങ്കിൽ മുന്നണിക്കെങ്കിലും വേണ്ടേ? ഏറ്റവും വലിയ കക്ഷീൻ്റെ പക്ഷെ പ്രകടന പത്രികർക്കും അങ്ങനെ നാഷണൽ കാഴ്ചപ്പാടിലല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഏത് പൊട്ടനാറിനടത്ത് കഴിഞ്ഞ പ്രാവശ്യം 3 മെമ്പറേ ഉള്ളൂ. ഫസ്റ്റ് UPA സർക്കാരിനെ പോലെയാണെങ്കിലോ? ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയ സമയത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലെ 2ാമത്തെ കക്ഷിയാണ് CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ നേതാവാണ് AKG. പ്രതിപക്ഷ നേതാവ് ഒഫീഷ്യലായിട്ടല്ലെങ്കിലും അതിനേക്കാൾ പ്രാധാന്യം നെഹ്റു AKGക്ക് നൽകിയിട്ടുണ്ടെന്നൊക്കെയാണല്ലോ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയോ. പിന്നെ 41 അംഗങ്ങൾ പാർലമെൻറ്റിലെ സമയം ഉണ്ടായിരുന്നു. ഇപ്പം കോൺഗ്രസ് ക്ഷീണിച്ചിട്ടുണ്ട്, ഒന്നും ഇല്ല. പക്ഷേ ദേശീയ പ്രകടന പത്രിക ഇറക്കുമ്പോൾ അങ്ങനെയല്ലേ ഇറക്കാൻ പറ്റുള്ളൂ. എന്നാൽ ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഈ രാജ്യം ഭരിക്കുക, ഭരണത്തിൽ വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയാം. മാസ് പാർട്ടി പറഞ്ഞാൽ ഇപ്പോൾ ആനിനെ കല്യാണം കഴിക്കണം എന്നാഗ്രഹിക്കുന്ന പോലെയാണ്. എന്നിട്ട് ആനിനോടൊത്തുള്ള പിന്നെ ഒരു ഹണിമൂൺ ട്രിപ്പോ അല്ലെങ്കിൽ ഇത് ദിവസങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയും പോലെ ഇവർക്കൊരിക്കലും ഇന്ത്യയിൽ ഈ ഇലക്ഷനിൽ ഒരു റോളും ഇല്ല പാർലമെന്റ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്നുള്ള വ്യക്തമായിട്ട് പറയാതിരുന്നത്? പ്രകടന പത്രികയെക്കുറിച്ചൊക്കെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റങ്ങൾക്ക് എന്ത് പറഞ്ഞാലും ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ ഭരണം കൊണ്ട് മതേതരത്വം ഈ രാജ്യത്ത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മതേതരത്വം കോൺഗ്രസിൻ്റെ ആത്മാവാണ്. അത് ഈ രാജ്യത്ത് പരിരക്ഷിച്ചു പോകുന്നത് കോൺഗ്രസ്സാണ്. അതുപോലെ തന്നെയാണ് ഭരണഘടന. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഈ രാജ്യത്തിന് നൽകിയത് കോൺഗ്രസ് ആണല്ലോ. കോൺഗ്രസ് പോയാൽ ഇതൊന്നും ഉണ്ടാവില്ല. കോൺഗ്രസ് പോയാൽ ഈ ഇലക്ഷനിൽ കോൺഗ്രസ് ക്ഷീണിക്കരുതെന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ പറയാം. കോൺഗ്രസും ക്ഷീണിക്കാൻ പാടില്ല. കോൺഗ്രസ് ക്ഷീണിച്ചതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തും രാജ്യത്തിനൊക്കെ ഉണ്ടായിട്ടുള്ള വിപത്ത്. കോൺഗ്രസ്സിനെ ക്ഷീണിപ്പിക്കാൻ പാടില്ലായിരുന്നു. അന്നിങ്ങനെ കോൺഗ്രസ് രാജ്യം ഭരിച്ചപ്പോൾ അന്ന് പ്രതിപക്ഷത്ത് വർഷങ്ങളായി നിന്ന CPMൻ്റെ ആളുകൾ ഈ ഊണിലും ഉറക്കിലും ഒക്കെ തന്നെ എല്ലാ സ്റ്റേജിലും കയറി അവർ പറഞ്ഞതാർക്കെതിരെ കോൺഗ്രസിനെതിരെ പറഞ്ഞതാണ് പ്രസംഗം പഠിച്ചത്. ഇന്നും അവർ തത്തമ്മയെ പൂച്ച എന്ന് പറയും പോലെ പണ്ട് പഠിച്ച പ്രസംഗം ഇന്ന് കോൺഗ്രസിനെതിരായിട്ടല്ല സംസാരിക്കേണ്ടത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുമല്ല, നമ്മൾ സംസാരിക്കേണ്ടത് മോഡിക്കും BJPക്ക് എതിരായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ മതത്തിൻ്റെ പേരിൽ പൗരന്മാരെ തമ്മിൽ വിഭജിക്കുന്ന പ്രകടമായിട്ടുള്ളൊരു നിയമമാണ് CAA. അത് പിൻവലിക്കുന്ന എന്താണ് കൃത്യമായിട്ട് പ്രകടന പത്രികയിൽ ഒരു ഉറപ്പ് നൽകാൻ കോൺഗ്രസിന് കഴിയാതിരുന്നത്? കോൺഗ്രസ് വന്നാൽ അങ്ങനെ ഒരു നിയമം ഉണ്ടാവില്ല. അതിനൊന്നും ആർക്കും ഒരു ദുരൂഹതയില്ല. പാർലമെൻറ്റിൽ കോൺഗ്രസ് അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പാർലമെൻറ്റിൽ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചു. പക്ഷേ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നതല്ല പ്രകടന പത്രിക, അതിലാ ഉറപ്പില്ല. ഇപ്പം പൗരത്വ നിയമ ഭേദഗതിയോ അങ്ങനെയുള്ള ഇന്ത്യൻ ഭരണഘടന പരിരക്ഷിക്കാനാണ് കോൺഗ്രസ് വോട്ട് ചോദിക്കുന്നത്. മതേതരത്വം പരിരക്ഷിക്കാനാണ്. ഞങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടി വോട്ട് ചോദിക്കുന്നത്. പറയുന്നത് അബദ്ധത്തിലെങ്കിലും പറഞ്ഞു പോയി, ചിഹ്നം സംരക്ഷിക്കാനാണ്. ഞങ്ങളെ പാർട്ടീൻ്റെ അരിവാൾ ചുറ്റിക സംരക്ഷിക്കാൻ. കോൺഗ്രസിൻ്റെ കൈപ്പത്തി സംരക്ഷിക്കാൻ വോട്ട് ചോദിക്കാൻ വെച്ചാൽ അതിൽ പരം നാണക്കേട് വരുന്നുണ്ടോ? കൈപ്പത്തി അല്ലല്ലോ വിഷയം. ഇവിടെ രാജ്യം ഇന്ത്യയെ നിലനിർത്താൻ, ഇന്ത്യയെ സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ മുൻകാല നേതാക്കന്മാർ മഹാപുരുഷന്മാർ രാജ്യത്ത് സംരക്ഷിച്ചു പോകുന്ന മതേതരത്വവും ഗാന്ധിജി ജീവൻ പരിധാനം ചെയ്തിട്ടുള്ള മതേതരത്വം ഇവിടെ സംരക്ഷിക്കപ്പെട്ടത്. അപ്പം അങ്ങനെയുള്ള ഗാന്ധിജി എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, എനിക്ക് എന്നെങ്കിലും ഒരു ദിവസം രാമെന്നും റഹീമെന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു ദിവസം വരുമെങ്കിൽ അതിലേറെ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരിക്കുന്നതാണെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പം ഗാന്ധിജിയോ ജീവൻ കൊടുത്ത് ഇന്ത്യയിൽ പരിരക്ഷിക്കപ്പെട്ട മതേതരത്വം ഈ രാജ്യത്ത് നിലനിൽക്കണം. ഇന്ത്യൻ ഭരണഘടന പോർലേൽക്കാൻ നിലനിൽക്കണം. ഭരണഘടന നിലനിന്നാൽ തന്നെ ഒരു CAA അങ്ങനത്തെ ഒരു ബന്ധവും പിന്നെ വരില്ലല്ലോ. ഇപ്പോൾ മലബാറിൽ കോൺഗ്രസിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഈ ലീഡർഷിപ്പിലും അല്ലാതെയൊക്കെ മുസ്ലിങ്ങളുടെ ഒരു വലിയ പാരമ്പര്യമുണ്ട്. പാർട്ടി മുസ്ലിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന വലിയൊരു പാരമ്പര്യം ഇന്ന് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റും? അല്ല, മുസ്ലിങ്ങൾ നഷ്ടപ്പെട്ടില്ല. കോഴിക്കോട് കുറേ ആയിട്ട് നമ്മളെ അസംബ്ലിയിൽ ഞങ്ങൾക്കൊരു പാർലമെൻറ്റൊക്കെ ജയിക്കും. അസംബ്ലിയിൽ ജയിക്കുന്നില്ല എന്നതൊരു സീറ്റ് തരാഞ്ഞിട്ടല്ലല്ലോ. പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. NP മൊയ്തീൻ സാഹിബിന് പാർട്ടി സീറ്റ് കൊടുത്തിട്ടുണ്ട്. പണ്ടൊരിക്കൽ ജയിച്ചു, പിന്നെ നാദാപുരത്ത് കൊടുത്തപ്പം ജയിക്കാൻ പറ്റിയില്ല. പിന്നെ കോഴിക്കോട് ഞങ്ങളിപ്പോൾ എത്ര കാലമായി. കോഴിക്കോട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ വന്നോന്നറിയില്ല, ഇന്നിപ്പോൾ ഞങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ MLA ഇല്ല. MLA ഇല്ല എന്ന് മാത്രമല്ല, മുൻ MLA പോലും ഒരാളേ ഉള്ളൂ. ശ്രീ ജോൺ പീഡ് മരിച്ചു.
ആ ഒരു മുൻ MLA ആയിട്ട് ഇപ്പോൾ ഉള്ളത് MT പത്മ മാത്രമാണ്. അപ്പോൾ നിയമസഭയിലേക്ക് നിർഭാഗ്യമെന്ന് പറയട്ടെ കോഴിക്കോട് നിന്ന് കോൺഗ്രസ്സുകാരെ എത്തിക്കാൻ ഞാനുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ജില്ലയിൽ പാർട്ടിയുടെ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പാർലമെൻറ്റിലേക്ക് 3 സീറ്റും ഞങ്ങൾ ജയിച്ചു. വടകരയാണെങ്കിലും കോഴിക്കോടാണെങ്കിലും, കോഴിക്കോടിന് കൂടി അവകാശപ്പെടാവുന്ന വയനാടാണെങ്കിലും തുടർച്ചയായി 3 തവണ ജയിച്ചു. പക്ഷെ അതേ സമയത്ത് നിയമസഭയിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ഒരാളെ അയക്കാൻ പറ്റുന്നില്ല. അതാണ് ഒരു സ്ഥിതി. പിന്നെ മുസ്ലിം ലീഡേഴ്സ്, പിന്നെ മലബാറിൽ ഇപ്പം ഏറ്റവും ശക്തനായ ഒരു നേതാവ് ആര്യാടൻ മുഹമ്മദായിരുന്നു. വളരെ താഴേക്കിടയിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ് ആര്യാടൻ മുഹമ്മദ്. വളരെ കഠിനമായ അധ്വാനത്തിലൂടെ സ്വയം രാഷ്ട്രീയത്തിൻ്റെ പടവുകൾ ചവിട്ടിക്കയറി ഉന്നത സ്ഥാനത്തെത്തിയ മാസ് ബന്ധമുണ്ടായിരുന്ന നേതാവാണ്. അതിൻ്റെ മുമ്പ് പിന്നെ ഉമ്മർ കോയ സാഹിബിനെ പോലുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മർ കോയ സാഹിബ് അക്കാലത്തെ നല്ല വിദ്യാഭ്യാസമുള്ള ആളായിരുന്നു. പിന്നെ കോൺഗ്രസ്സിലെ ചെറിയ ചുറ്റുകാലത്താണ് അദ്ദേഹം വന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അയൽക്കാരനായിട്ട് 14 കൊല്ലം അദ്ദേഹത്തിൻ്റെ ഒരു ചുമർ വ്യത്യാസത്തിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. എൻ്റെ അയൽക്കാരനായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയം കൊണ്ടൊന്നും നേടാത്ത, സ്വന്തം മക്കൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്ഥാനങ്ങളോ പദവികളോ അതിൻ്റെ ഒരു മറവിലോ നേലിലോ അവരെ വളർത്താത്ത വലിയ നേതാവായിരുന്നു ഉമ്മർ കോയ സാഹിബ്. അങ്ങനെയുള്ള മുസ്ലിം ലീഡേഴ്സ് ഇപ്പോൾ കോഴിക്കോട് മൊയ്തീൻ ഖാജി ഉണ്ടായിരുന്നു. ഏറ്റവും ചെറുപ്പക്കാരനായ DCC പ്രസിഡൻ്റായിരുന്നു മൊയ്തീൻ ഖാജി മുക്കത്തെ. അദ്ദേഹത്തിന് അക്കാലത്ത് എന്തും കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറായിരുന്നു. ആർ ശങ്കറൊക്കെ മുഖ്യമന്ത്രിയായി. ആ സമയത്ത് അവരോട് ചോദിച്ചു, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇത്രയും നെഞ്ചുറപ്പോടുകൂടി കോൺഗ്രസിന് വേണ്ടി നിൽക്കുന്ന അദ്ദേഹത്തോട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ അയാളന്ന് പറഞ്ഞത്, എനിക്ക് ഒരു കോളേജ്, മുഹമ്മദ് അബ്ദുറഹ്മാൻ മെമ്മോറിയൽ കോളേജ്, അത് മാനേജ്മെൻ്റ് അല്ല വാങ്ങിയത്, സ്ഥലം അവർ ഫ്രീ ആയിട്ട് അവർ ഫാമിലി കൊടുത്തിട്ട് ഒരു കോളേജ് ആ നാട്ടിലേക്ക് വാങ്ങുക ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. അതായത് ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള സംഘപരിവാറിൻ്റെ വിഷലിപ്തമായിട്ടുള്ള ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കും ദേശീയ തലത്തിലെ കേരളത്തിലൊക്കെ. അതിന് രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കാനോ എതിർക്കാനോ ഉള്ള ഒരു ശേഷിക്കുറവ് കോൺഗ്രസ്സിന് ഉണ്ടായിട്ടുണ്ടെന്ന് ഈ ലീഗിൻ്റെ ഈ വിവാദമൊക്കെ ഇല്ലേ, അതൊക്കെ തോന്നുന്നുണ്ട് കാണുമ്പോൾ. ഇപ്പം കൊടിയുമായിട്ട് ബന്ധപ്പെട്ട വിവാദമൊക്കെ ഇല്ലേ, അതിങ്ങനെ ഒളിപ്പിച്ച് വെക്കാനുള്ള ഒരു തന്ത്രമാണ് കാണിക്കുന്നത്. പിന്നെ ഇപ്പം SDPI നിരുപാധിക പിന്തുണ തരാം, ഒരു ബാധ്യമില്ലാതെ, ഒരു സംസാരം പോലും ഇല്ലാതെ UDF പിന്തുണയ്ക്കാൻ. അതിവിടെ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി പ്രതികരണം വരുന്ന അമീർ ഷാ അതുപോലുള്ള ആളുകൾ, ദേശീയ നേതാക്കന്മാർ, പ്രധാനമന്ത്രി മാത്രം തീരുമാനമെടുക്കാൻ കുറച്ച് വൈകി എന്ന് പറയാം കോൺഗ്രസ്. അല്ല, അവർ ഉടനെ അത് പറയല്ലേ. അപ്പോൾ അവരൊക്കെ തന്നെ ആഗ്രഹിക്കുന്നത്, അല്ല ശ്രമിക്കുന്നത്, ഒരു മതത്തിൻ്റെ പേരിലൊരു പോളറൈസേഷനാണ്. മുദ്രാവാക്യം പോലും ഹിന്ദി. പക്ഷെ കോൺഗ്രസ്സിനകത്തൊരു ആശയക്കുഴപ്പമുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലെയുള്ള നേതാക്കന്മാർ പറയുന്നത് ആര് പിന്തുണ നൽകിയാലും സ്വീകരിക്കാമെന്നുള്ളൊരു അനുകൂല സമീപനമാണ്. ചിലപ്പോൾ വോട്ട് ആരും വാങ്ങാം, മുരളിയും പറയല്ലോ. പക്ഷെ മറ്റ് മുന്നണിയോ ധാരണയോ ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് മത്സരിക്കുന്നതെങ്കിൽ എല്ലാവരും വോട്ടും എനിക്ക് ചോദിക്കാം. പക്ഷെ ഒരു വർഗീയ ശക്തിയുടെ വോട്ട് വേണ്ടെന്ന് കൃത്യമായിട്ട് നിലപാടെടുക്കണം. അവരുമായിട്ട് ഒരു സന്ധി. പണ്ട് മുല്ലപ്പള്ളി രാമൻ മത്സരിച്ചപ്പോൾ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ഇറക്കി മത്സരിക്കുന്ന സമയത്ത് എനിക്ക് ഇന്ന കക്ഷികളെ വോട്ട് വേണ്ട. പക്ഷെ അങ്ങനെ ഒരു ഓപ്പണായിട്ട് ചിലപ്പം പലരും പറയാറില്ല. അപ്പോൾ താങ്കൾ നേരത്തെ CPM-ന്റെ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിച്ചല്ലോ, അബ്ദുൽ നാസർ മദനിയുടെയും. അതവർക്ക് അറിയായിട്ടല്ല ചെയ്യുന്നത്, അതവർ ആ ഒരു കാലത്ത്, ആ ഒരു സമയത്ത് അത് ചെലവാകും എന്നവർക്ക്, അവരും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാവും. അത് ഈ ഇലക്ഷനിൽ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയാണ് അത് ചെയ്തത്. പക്ഷേ താൽക്കാലിക ലാഭത്തിനാണെങ്കിലും അത് ചെയ്യരുത്. ഇങ്ങനെയുള്ള ശക്തികളെ പ്രൊമോട്ട് ചെയ്യരുത്. അത് പ്രൊമോട്ട് ചെയ്താൽ നാളെ നമ്മുടെ നാട്ടിനത് അപകടം ഉണ്ടാകും. മതസാമുദായിക സംഘടന, എല്ലാ മതക്കാർക്കും പ്രൊട്ടക്ഷൻ വേണം, സംരക്ഷണം വേണം, 100%. അവരെ വിശ്വാസാചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം. പക്ഷേ മതസാമുദായിക സംഘടനകളെ വഴിവിട്ട് പ്രോത്സാഹിപ്പിക്കുകയോ, CPM-നേക്കാളും കൂടുതൽ അത് കോൺഗ്രസ് അല്ലേ ചെയ്യുന്നത്. CPM പലപ്പോഴും ഇപ്പം പലരും ചെയ്യും. നമ്മുടെ കേരളത്തിൽ പിന്നെ ഞാനൊരു കാൻഡിഡേറ്റ് ആയാലും, നമ്മളെല്ലാവരും സ്ഥാനാർത്ഥിയായാലും, നമ്മൾ പിന്നെ സീറ്റ് കിട്ടാൻ വേണ്ടി സാമുദായിക നേതാക്കന്മാരെ കൊണ്ട് ശുപാർശ ചെയ്യിക്കുക. പിന്നെ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടതിന് ശേഷം മാത്രം അതൊക്കെ ഒരു ഇതാക്കി മാറ്റിക്കഴിഞ്ഞു, ഒരു പതിവായി. നമ്മൾ
പക്ഷെ വിമോചന സമരത്തോടൊപ്പം നീണ്ടു നിൽക്കുന്ന ഒരു ദുഷിച്ചൊരു പാരമ്പര്യമുണ്ട് കോൺഗ്രസിന്. ഇങ്ങനെ ഇപ്പം എല്ലാ കക്ഷികളിലും കോൺഗ്രസിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ അപ്പുറമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അവരൊന്നും അങ്ങനെ ഒരിക്കലും പാറാൻ പാടില്ല ഞങ്ങളെക്കാളും. അതായത് കോൺഗ്രസിനേക്കാളും മോശമായി കോൺഗ്രസ് ഞങ്ങൾ പറയുന്നതിനേക്കാൾ അപ്പുറത്ത്. ഞങ്ങളെ മുമ്പിൽ കുറ്റം പറയാൻ ഒരു അവകാശമില്ല ഒരു കാരണവശാലും. പിന്നെ ഇതിൽ നിന്നൊക്കെ മുക്തമാവണം. ഇതാണ്. അതായത് രണ്ട് പാർട്ടികളും ഒരേ ദുഷിച്ച അവസ്ഥയിലാണെന്നാണോ? ഇത് നാട്ടിലൊരു ആചാരം നിലക്ക്, ഒരു സമ്പ്രദായം നിലക്ക് ചെയ്തു പോരുന്നതാണ്. ഇപ്പം അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലം. ഇപ്പം താങ്കൾ ഇപ്പോഴും ഒരു സഹനടനായിട്ട് ഒതുക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഒരു മെയിൻ നടനായിട്ട് വന്നിട്ടില്ല. അല്ല, ഞാൻ പിന്നെ കോൺഗ്രസ്സിൽ ഇപ്പോൾ ചെറുപ്പം മുതൽ എനിക്ക് ഒരു ഞാൻ തന്നെ പലപ്പോഴും തമാശ പറയാറുണ്ട്, എനിക്കൊരു ഡയറക്റ്റ് IPS പോസ്റ്റ് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഞാനങ്ങനെ അതൊരു ഡയറക്റ്റ് പോസ്റ്റാണ്. അതെ, ഞാൻ വന്നത് കോൺസ്റ്റബിളായി, ഹെഡ് കോൺസ്റ്റബിളായി, പിന്നെ ASI ആയി, SI ആയി, അങ്ങനെ വന്ന് DCC പ്രസിഡൻ്റൊക്കെ ആയി. അല്ലാതെ എനിക്കൊരു പെട്ടെന്നൊരു ഒരു വഴിവിട്ട ഒരു പ്രൊമോഷനോ ഇതൊന്നും എനിക്കൊരു കാലത്തും കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇപ്പം DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് ഞാനിപ്പോൾ ഒരു 8-9 വർഷമായി. ഇപ്പോൾ ഒന്നുമല്ല. ഒരിക്കൽ ഞാൻ ഉമ്മൻചാണ്ടിനോടൊരു തമാശ പറഞ്ഞു, അത് ഇവിടെ ചേർത്ത് വെക്കേണ്ട അല്ലെങ്കിൽ ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ ഉമ്മൻചാണ്ടിനെ രാത്രി വിളിച്ചു. കുറേ ആളുകൾ രാജിവെക്കുന്നു അന്ന് പാർട്ടിയിൽ. UDFൻ്റെ സ്ഥാനം, പ്രചരണ കമ്മിറ്റി സ്ഥാനം, ഇതൊക്കെ ഓരോരുത്തർ രാജിവെക്കുക. അപ്പോൾ ഞാൻ ഉമ്മൻചാണ്ടിനെ വിളിച്ചു പറഞ്ഞു, ഞാൻ രാജിവെക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഉമ്മൻചാണ്ടി ഇവനെന്തോ അബദ്ധം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ സ്ട്രൈക്ക് ചെയ്തു. എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അങ്ങേരോട് അങ്ങേരെ വെറുതെ ടെൻഷൻ എടുപ്പിക്കേണ്ടത് വിചാരിച്ച് ഞാൻ പറഞ്ഞു, രാജിവെക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഉണ്ടായിട്ട് വേണ്ടേ, ഒരു സ്ഥാനം എനിക്ക് രാജിവെക്കാനില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി ഞാൻ തമാശ പറയാം. അപ്പം ഉമ്മൻചാണ്ടി എന്നോട് പറഞ്ഞു, അപ്പോൾ നീ അതിനേക്കാളൊക്കെ വലിയൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത്. ഒരിക്കലും മുൻ DCC പ്രസിഡന്റ് എന്ന പദവി രാജിവെക്കാൻ കഴിയില്ല. അതേ സമയത്ത് തന്നെ ഒരാൾക്കും തന്നെ ഈ പോസ്റ്റിൽ നിന്ന് പുറത്താക്കാനും പറ്റില്ല. അപ്പോൾ അതൊരു വലിയ പദവിയിലാണ് നീ ഇരിക്കുന്നതെന്ന് അദ്ദേഹം എന്നോട് തമാശയിൽ പറയുണ്ടായി. ഇത്രയും കാലം രാഷ്ട്രീയത്തിലൊന്നും ആയതൊക്കെ ഇതൊന്നും ആവാത്ത എത്രയോ പേരില്ലേ. മുകളിലോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയ വേദന തോന്നുള്ളൂ, താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ എത്രയോ ഭാഗ്യവന്മാരും സംതൃപ്തരും അല്ലേ. ഇതൊക്കെ ആയില്ലേ. 10 കൊല്ലം കോഴിക്കോട് പോലുള്ളൊരു ജില്ലയിൽ DCC പ്രസിഡൻ്റാകാൻ പറ്റി. രമേശിൻ്റെ കൂടെ, കാർത്തികേൻ്റെ കൂടെ, അങ്ങനെ മുരളിൻ്റെ കൂടെയൊക്കെ തന്നെ KPCCയിലും ഇതൊക്കെ ദീർഘകാലം ഭാരവാഹി, യൂത്ത് കോൺഗ്രസ് ഒരുപാട് കാലം വർക്ക് ഭാരവാഹിയായി. ഇതൊക്കെ ആവുമ്പോൾ ഞാൻ നാട്ടിൻപുറത്തുനിന്ന് വന്ന ഒരു ഇടത്തരം കർഷക കുടുംബത്തിൽ ജനിച്ചു വന്ന ഒരാൾക്ക് ഇതെല്ലാം ആവാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യമല്ലേ. താങ്കളുടെ നിലപാടുകളിലുള്ള ഒരു ലിബറൽ സമീപനം ഉണ്ട്. അത് ഈ പ്രത്യേകിച്ച് മലബാറിലെ മുസ്ലിം സമുദായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ താങ്കൾ ഒഴിച്ചു നിർത്തപ്പെടുന്നതിനൊരു കാരണമായിട്ട് തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ ഞാൻ ഈ മതസാമുദായിക സംഘടനകളിലൊന്നും തന്നെ വർക്ക് ചെയ്തിരുന്ന പണ്ട് യൂത്ത് കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് തന്നെ ഞങ്ങളിതിനകത്ത് അതിനുശേഷം ഇങ്ങനത്തെ ഒരു സാമുദായിക സംഘടനയിൽ ഒരു ഭാരവാഹി, അതിൻ്റെ ഒരു സജീവ കോൺഗ്രസിൻ്റെ കുപ്പായത്തിന് പുറത്ത് ഒരു കാലം അവിടെയും കൂടിയും വെച്ചുകൊണ്ടുള്ള വർക്ക് ഇതുവരെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യാൻ സമയമില്ലല്ലോ. ഒരു കോൺഗ്രസ്സുകാരനായി 100% കോൺഗ്രസ്സുകാരനായി ഇത്രയും കാലം പോയി, ഇനി അങ്ങനെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കിപ്പോൾ അവരൊരു പിന്തുണയോട് കൂടിയിട്ട് അവരെ ശുപാർശയോട് കൂടിയിട്ട് കോൺഗ്രസ്സിൽ ഞാൻ പണിയെടുത്ത് അധ്വാനിച്ച് അതിൻ്റെ ഫലമായിട്ട് പരിഗണനയൊക്കെ കിട്ടിയാൽ സന്തോഷം. അല്ല, ആ ലിബറൽ ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും നിലയ്ക്ക് താങ്കൾക്ക് വിനയായിട്ടുള്ളതായിട്ട് പൊതുജീവിതത്തിൽ ഒന്നും ഉണ്ടായില്ല. പൊതുജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഞാൻ 100% സന്തോഷമുള്ളത്. പിന്നെ ഇത് ചിലരൊക്കെ പറയും, നമുക്ക് പിന്നെ നിനക്ക് നിർത്തിക്കളഞ്ഞൂടെ, ഒന്നും ആവുന്നില്ലല്ലോ, മറ്റെല്ലാവരും ആയല്ലോ, അപ്പം ഒന്നുമില്ലാതെ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊക്കെ ചിലർ ചോദിക്കും. സ്നേഹം കൊണ്ട് ചോദിക്കുന്നവരുണ്ടാവും, ചിലപ്പോൾ എന്നെ വെറുതെ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നവരുണ്ടാവും. അപ്പോൾ ഞാൻ ഒരിക്കലും അവരോട് തമാശയായി പറഞ്ഞു, നമ്മൾ ഈ റമ്മി കളിക്കും,
റമ്മി കളിക്കുമ്പോൾ ജോക്കറില്ല, സീക്വൻസ് ഇല്ല, റണ്ണൊന്നുമില്ല. നമ്മളെടുത്ത് ഇങ്ങനെ കളിക്കുക. അടുത്തിരിക്കുന്നവരടുത്ത് ജോക്കറുണ്ട്, 1-2 ജോക്കറുണ്ട്, റണ്ണുണ്ട്. എന്നാലും നമ്മളിങ്ങനെ കളിക്കുക. നമുക്ക് വേണമെങ്കിൽ അന്നേരം തന്നെ സ്കൂട്ട് ചെയ്താൽ ചെയ്യാം. ചെറിയൊരു പോയിൻ്റ് എടുത്താൽ ആദ്യം വേണേൽ കളിക്കാതിരിക്കുക, ചെറിയ പോയിൻ്റ്. 2ാം റൗണ്ട് സ്കൂട്ട് ചെയ്താൽ അതിന് വേറെ പോയിൻ്റ്. ഇത് കയ്യിൽ വെച്ച് കളിച്ചാൽ ഫുള്ള് കൊടുക്കണം, മുഴുവൻ കൊടുക്കണം, വലിയ സംഖ്യ നഷ്ടപ്പെടും. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ അടുത്ത് സ്ഥാനങ്ങളില്ല, പ്രത്യേക പദവികളില്ല, പ്രത്യേക പൊസിഷനില്ല, ഇതൊന്നുമില്ലെങ്കിലും അവസാനം വരെ റണ്ണും ജോക്കറൊന്നും ഇല്ലെങ്കിലും അവസാനം വരെ ഞാൻ പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യും, കളിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. തമാശയിലും പറഞ്ഞു. ഇതത്രേ ഉള്ളൂ. നമ്മൾ ഈ സംസാരത്തിൽ തന്നെ പലപ്പോഴും സിനിമയായിട്ട് കണക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞു, പല കാര്യങ്ങളും. ഇപ്പോൾ വി ഡി സതീശനെ പൃഥ്വിരാജിനെ പോലെയാണെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ ഏത് നടനെ പോലെയായിരിക്കും? കെ സുധാകരൻ ഞാനിപ്പോൾ ഒരു ഇതുവരെ അങ്ങനെയൊന്നും പറയാം. ഞാൻ ഈ ഭീമൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സുധാകരനെ. ഈ ഗതികേറ്റിൽ അതെന്തുകൊണ്ടാ? ഒരു ഭീമസേനൻ്റെ കരുത്തുള്ള ആളാന്ന് ആൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഒരു കരുത്തിൻ്റെ പ്രതീകമായിരുന്നല്ലോ. പക്ഷെ തോൽപ്പിക്കപ്പെട്ടുള്ളതാണ് പലപ്പോഴും, പല സന്ദർഭങ്ങളിലും. എങ്കിലും കരുത്തനാണല്ലോ. ഇപ്പം ഞാൻ പൃഥ്വിരാജ് എന്ന് ഇയാളെപ്പറ്റി വിശേഷിച്ച് ഇപ്പോഴല്ല, ഇയാൾ പ്രതിപക്ഷ നേതാവൊക്കെ ആവുന്നതിൻ്റെ മുമ്പേ ഏതോ ഒരു അവാർഡ് അയാൾക്ക് കോഴിക്കോട് നിന്ന് കൊടുത്തിരുന്നു. ആ സമയത്ത് ഞാൻ പറഞ്ഞു, മലയാള സിനിമയിലെ പൃഥ്വിരാജിനെ പോലെ കോൺഗ്രസ് പാർട്ടിയിലെ പൃഥ്വിരാജാണ് ശ്രീ വി ഡി സതീശൻ എന്ന് പറയും. മലയാള സിനിമേൻ്റെ ബ്രാൻഡ് അംബാസഡറായി പൃഥ്വിരാജ് മാറുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് ഇപ്പം പൃഥ്വിരാജ് മലയാള സിനിമേൻ്റെ ബ്രാൻഡ് അംബാസഡറായി എന്ന് മാത്രമല്ല, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ വെച്ച് 1-2 സിനിമ ചെയ്തു. ഇനി അധികം വൈകാതെ മമ്മൂട്ടിനെ വെച്ചു അദ്ദേഹം സിനിമ ചെയ്യാനിരിക്കുക. അപ്പോൾ ആടുജീവിതം പോലുള്ള നല്ല പടങ്ങളൊക്കെ എടുത്ത് വളരെ ഏത് വേഷവും ചെയ്യാവുന്ന, ഇവർക്കൊപ്പം നിൽക്കാവുന്ന ഒരാളായി മാറിയല്ലോ. അത് വെച്ചിട്ട് ഞാൻ പണ്ട് പറഞ്ഞു, ഇന്ന് അത് ശരിയാന്ന് വന്നു. എന്ന് ഞാൻ പറഞ്ഞാൽ അത് ഉപമിച്ചതിൽ വലിയ കുഴപ്പമില്ല എന്ന് വന്നു. അതാണ് പറഞ്ഞത്. ഈ സിനിമ ഒരു പ്രിയപ്പെട്ട മേഖലയാണല്ലേ? നമ്മളെല്ലാം കാണൽ. അതെങ്ങനെയാ സിനിമ ഒരു ഇഷ്ട വിഷയമായിട്ട്? ഞാൻ എല്ലാ സിനിമയും കാണും വളരെ ചെറുപ്പത്തിലെ. അത് പിന്നെ 1, 2, 3 സിനിമ ഒക്കെ പഠിക്കുന്ന കാലത്ത് കാണാൻ. പിന്നെ ഈ സിനിമയിൽ പിന്നെ അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ചെറുപ്പത്തിലെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ശരി. പഠിക്കുന്ന കാലത്ത് അവസരം വന്നിട്ടുണ്ട്. അത് പറഞ്ഞത് പഠിക്കുന്ന സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുമ്പം 5 വർഷം എനിക്ക് അന്നും മോണോ ആക്ടും മിമിക്രും ഇത്ര പോപ്പുലർ ആയിട്ടില്ല. എനിക്ക് 5 തവണ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഇന്റർ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കലോത്സവത്തിൽ, ഈ മോണോ ആക്ട്. അപ്പം വിവിധ നടന്മാരൊക്കെ അനുകരിക്കുന്ന അനുകരണ കല. പിന്നെ പടത്തിൽ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അഭിനയിക്കണം എന്നൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെറുതെ 1-2 സിനിമയിൽ ഇങ്ങനെ വെറുതെ മോൻ കാണിക്കാൻ ചെന്നപ്പോൾ വേറെ മെയിൻ റോളൊന്നും അല്ല, ചെറിയ റോള്. ഒന്നിൽ ഒരു ദിലീപ് ആദ്യമായിട്ട് അഭിനയിച്ച ഒരു കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം. അതിൽ ഞാനൊരു MD ആയിട്ട് അയാളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ എന്തോ നനഞ്ഞ് ചളിയിലൊക്കെ കുളിച്ച് നനഞ്ഞ് എങ്ങനെയോ ഇൻ്റർവ്യൂ ആളിലേക്ക് വരിക. അപ്പോൾ അയാൾ പങ്ക്ച്വാലിറ്റിക്ക് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ വേഷത്തിൽ ഞാൻ വന്നത്, ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അയാളോട് പ്ലീസ് കം ഷോ യുവർ സർട്ടിഫിക്കറ്റ്, യെസ് യു ആർ സെലക്റ്റഡ്. ആ ഡയലോഗ് എനിക്കുള്ളൂ, അത്ര അതിനകത്തുള്ളൂ. പിന്നെ ഭരണകൂടം എന്നുള്ള സിനിമയിൽ ഒരു വിമത MLA അടിയും ബേഡോ ഒക്കെ ഉണ്ടാക്കി, കുതിരട്ടം പപ്പു കസർ, അതിനകത്ത് ഞാനൊരു MLA ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊരു സിനിമയിൽ മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതാണ് 3-4 സിനിമ. പക്ഷേ അതിൻ്റെ ഈ സിനിമയിൽ ഇങ്ങനെ ചെറുങ്ങനെ മുഖം കാണിക്കുന്ന സമയമാകുമ്പോഴേക്കും ഞാൻ രാഷ്ട്രീയത്തിൽ വളരെ മുമ്പ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷൂട്ടിംഗ് സ്ഥലത്തൊന്നും ഇങ്ങനെ പോയിട്ട് എനിക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം പ്രൊഡക്ഷൻ മാനേജർമാർ വൈകുന്നേരം 3 മണിക്ക് ഷൂട്ട് ചെയ്യേണ്ട രംഗാണെങ്കിൽ പോലും രാവിലെ 8 മണിക്ക് തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അവിടെ നിർത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു ഉദാഹരണത്തിന് ഇവിടെ വെച്ചാൽ ഷൂട്ടിംഗ് ചരിച്ചോളി, ഈ സെയിൽ ടാക്സ് ഓഫീസിന് രാവിലെ 8 മണിക്ക് വേറെയും കുറേ ആളുകളെ കൂടുതൽ ഞാനും ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ കുറേ ആളുകൾക്ക് വന്ന് എന്താ സാറെന്താ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അപ്പോൾ എനിക്ക് ഇതിലിങ്ങനെ വലിയ വേഷമൊന്നുമല്ല, ഞാനിതിനകത്ത് ചെയ്യാനാണെന്നവരോട് പറയാനൊരു ബുദ്ധിമുട്ട്. പിന്നെ ഭക്ഷണം ഒന്നിച്ചൊരു വണ്ടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പാത്രം തന്നിങ്ങനെ അത് ക്യൂ ആയിട്ട് ഇങ്ങനെ വാങ്ങി. ഈ രാഷ്ട്രീയത്തിൽ
പ്രത്യേകിച്ച് MLA-യും അതുപോലെ സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും പാർട്ടിയിൽ ദീർഘകാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, സീനിയറായ ആൾ എന്ന നിലയിൽ എനിക്കൊരു പരിഗണന ഉണ്ടാവില്ല. പക്ഷേ ഈ റോഡിൽ ഞാൻ ഇതിൽ അവിടെ ഞാൻ ആരുമല്ല, അവിടെ ഞാനൊരു അംഗനവാടി വിദ്യാർത്ഥി മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അതങ്ങനെ നിൽക്കാൻ കഴിയില്ല, മറ്റുള്ളവർ നിൽക്കും പോലെ. അപ്പോൾ 2-3 എണ്ണത്തിന് വെറുതെ പോയി നോക്കി, പിന്നെ അങ്ങോട്ട് പോയതുമില്ല, ശ്രദ്ധിച്ചു. അവിടെ തന്നെ നിന്നിരുന്ന ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നേക്കും, എനിക്കറിയില്ല. കുതിരട്ടം പപ്പുവൊക്കെയായിട്ട് വ്യക്തിപരമായിട്ട് കുതിരട്ടം പപ്പു, മാമുക്കോയ, മരിച്ചുപോയ KP ഉമ്മർ, പിന്നെ IV ശശിയൊക്കെ നന്നായിട്ട് അറിയാം. ഇവിടുത്തെ വിനു, റസാക്ക്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളായിട്ട്, സിനിമയിലുള്ള ഒരുപാട് ആളുകളായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട്. അതായത് മലബാറിലെ ഒരു മുസ്ലിം സാമൂഹ്യ ജീവിതത്തിന് ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു റിച്ച്നെസ് ഉണ്ടെന്ന് പറയാം, ഈ സംഗീതത്തിൻ്റെയും കലയുടെയും സിനിമയുടെയും ഒക്കെ അല്ലേ. അത് പക്ഷേ പിന്നീട് ഇപ്പോഴത്തെ നോക്കുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഈ കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്യാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. അതിനെ നിരോധിക്കാനൊക്കെയുള്ള ആഹ്വാനങ്ങൾ പല ഗ്രൂപ്പുകളും പ്രസംഗങ്ങളും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അതൊരു പ്രശ്നമായിട്ട് തോന്നാറില്ല ഇപ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വളരെ മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് പറയപ്പെടുന്ന കാലഘട്ടത്തിൽ. മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ തന്നെ പലതരം മുന്നേറ്റങ്ങൾ, വിദ്യാഭ്യാസപരമായും ബൗദ്ധികമായിട്ടും ഒക്കെയുള്ള വളരെയധികം മുന്നേറ്റങ്ങൾ നടക്കുന്ന സമയത്ത് പോലും അതിനെ പുറകോട്ടടുപ്പിക്കാനുള്ള കൾച്ചറലി അതിനെക്കുറിച്ച് എന്താ തോന്നിയിട്ടുള്ളത്? മുസ്ലിം കലാസംഘടന, മുസ്ലിം പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പം മുസ്ലിമിൻ്റെ പേരുള്ള പാർട്ടിക്കും കലാസംഘടനയൊന്നുമില്ല, അതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. അതെ അതെ, കലാസംഘടനകൾക്ക് ഇപ്പോഴൊരു യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു ചട്ടക്കൂടിനകത്ത് ഒതുക്കാനുള്ള ഒരു ശ്രമം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ പുരോഗമിക്കപ്പെട്ടു എന്ന് പറയുന്ന കാലത്തും, ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ ഭയങ്കരമായിട്ടുള്ളൊരു കൾച്ചറലി റിച്ച് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൻ്റെ ആ റിച്ച്നെസ് ഇപ്പോൾ ഈ മുസ്ലിം സാമുദായിക ജീവിതത്തിലുണ്ടോ? ശരിക്കും ഒന്നിനും വിലക്കും അങ്ങനെയൊന്നുമില്ല, വിലക്കില്ല. ഇപ്പം കലാകാരന്മാരോട് വിലക്കൊന്നും. പിന്നെ ഒരിക്കൽ എന്നോടിങ്ങനെ കോൺഗ്രസുമായിട്ട് ബന്ധിച്ച് പറയുകയാണെങ്കിൽ KP ഉമ്മർ ഒരിക്കൽ പറഞ്ഞു ഒരു സംസാരം മധ്യേ, പ്രേം നസീറിന് ജീവിതത്തിൽ ഒരബദ്ധം മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഉമ്മർ കോൺഗ്രസ്സുകാരനാണ്. KP ഉമ്മറിനെ സിനിമയിലേക്ക് കൊണ്ടുപോകുന്നതിലൊരു വലിയ പങ്ക് വഹിച്ച ആളാണ് ഉമ്മർ കോയ സാഹിബ്. അങ്ങനെയാണ് സിനിമയിലേക്ക് അവസരം കിട്ടാനൊക്കെ. പക്ഷെ ആ KP ഉമ്മർ ഒരിക്കൽ പറഞ്ഞു, പിന്നെ പ്രേം നസീറിന് പറ്റിയ ഒരബദ്ധം, അദ്ദേഹം കോൺഗ്രസ് ചേർന്നാണ്. കോൺഗ്രസ് പാർട്ടി ഈ കലാകാരന്മാരെ വേണ്ടത്ര ബഹുമാനിക്കുന്ന പാർട്ടിയല്ല എന്ന് KP ഉമ്മറാണ് പറഞ്ഞത്. കാരണം എത്രയോ ഏറെ പടത്തിൽ അഭിനയിച്ച ആളാണ്, പിന്നെ നിത്യഹരിത നായകനാണ്. കോൺഗ്രസ് പാർട്ടിയിൽ വന്നപ്പം അയാൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല. അയാളെ പോലുള്ളൊരു വലിയ കലാകാരനെ കയ്യിൽ കിട്ടുക അവസാന കാലത്താണെങ്കിലും, അപ്പം അദ്ദേഹത്തെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തില്ല എന്നൊരിക്കലും അദ്ദേഹം. മറ്റു പാർട്ടികൾ അത്രയൊന്നും വലുതാവണ്ട, അതിൻ്റെ 10-1 എത്തിയ ഒരാളെ പോലും കിട്ടിയാൽ അവർ അത് ഉപയോഗിക്കുകയായിരുന്നു. നിങ്ങളിങ്ങനെ ഒരു വലിയ മനുഷ്യനെ കൈ കിട്ടിയിട്ടും നിങ്ങളത് ഉപയോഗപ്പെടുത്താൻ പറ്റിയില്ല. ഇപ്പം നമ്മൾ പ്രേം നസീർ മരിച്ച പ്രേം നസീറിൻ്റെ അനുസ്മരണം വേണമെങ്കിൽ കോൺഗ്രസിന് എല്ലായിടത്തും നടത്താവുന്നതാണ്. പക്ഷേ അത് നടക്കുന്നുണ്ടോ? നേരെ മറിച്ച് വേറെ പല പാർട്ടികൾ അതിനേക്കാൾ ചെറിയ നടന്മാർ ചിലപ്പോൾ അവരുടെ അനുഭവം പുലർത്തിലായിരിക്കും അതിൻ്റെ അനുസ്മരണങ്ങളൊക്കെ നിറപ്പകട്ടോടുകൂടി നമ്മുടെ നാട്ടിൽ നടത്തുന്നുണ്ട്. ഈ രംഗത്ത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടി വേണ്ട വിധം ഉപയോഗിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ KC അബു? അതെ, കോൺഗ്രസ് പാർട്ടി എനിക്ക് ഇഷ്ടംപോലെ അവസരമൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഈ കോഴിക്കോട് ജില്ലേൻ്റെ DC പ്രസിഡൻ്റായ ആളുകൾ ആരൊക്കെയാണ്? EP കുഞ്ഞിരാമക്കുറുപ്പ്, അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. പിന്നെ ഷൺമുഖദാസ്, KSUവിൻ്റെ ആദ്യകാല നേതാക്കളിൽ ഒരാളായിരുന്നു. പിന്നീട് മൊയ്തീൻ സാഹിബ്, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകൻ കൂടിയാണ്. സുജനപാല്, മുൻ MLA-യും മുൻ സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായ ബേബിയേട്ടൻ്റെ മകനാണ് സുജനപാൽ. അപ്പം അങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകളാണ് മുമ്പൊക്കെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായത്. അപ്പോൾ അവിടേക്കൊരു നാട്ടുംപുറത്തുകാരൻ, അങ്ങനെയുള്ള അവിടെയുള്ള പ്രാദേശികമായ ഒരു കോൺഗ്രസ് കുടുംബത്തിലെ, കർഷക കുടുംബത്തിലെ ഒരാളുടെ മകൻ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻ്റായി
നീണ്ട 10 വർഷം ഇരിക്കാൻ പാർട്ടി അവസരം തന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ഭാരവാഹി 5-10 കൊല്ലിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹിയായി കുറേ കൊല്ലിരുന്നു. ഇവിടെയൊക്കെ ഇരിക്കുകയും കേരളത്തിലുടനീളം കോൺഗ്രസ്സുകാരുമായി നേതാക്കളുമായി എനിക്ക് ഒരു പ്രായപൂർത്തിയായതിനു ശേഷം വന്ന എല്ലാ മുഖ്യമന്ത്രിമാരുമായും എനിക്ക് നല്ല ബന്ധവും എന്നെ അവർക്ക് അറിയാമായിരുന്നു. നല്ല സ്നേഹവും ബന്ധവുമൊക്കെ ഉണ്ടാക്കാനും നിലനിർത്താനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ലീഡർക്ക് പോലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഞാൻ ലീഡർക്ക് എതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ കത്തി നിൽക്കുന്ന ഗ്രൂപ്പ് കാലത്ത്. എങ്കിലും എന്നോട് വലിയ വാത്സല്യവും സ്നേഹവുമായിരുന്നു. പിന്നെ ഇപ്പം ഞാനും ഏത് നട്ടപ്പാതിര നേരത്തും ഇതേപോലും ആൻ്റണീനെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ വിളിച്ചാൽ അവർ ആ സമയത്ത് ഫോൺ എടുക്കില്ലെങ്കിൽ അവർ തിരിച്ചു വിളിക്കും. അങ്ങനെ ഒരു നേതൃത്വമായി ഇപ്പം ഈ നിമിഷം വരെ എനിക്ക് ആ ബന്ധം നിലനിർത്താൻ പറ്റിയിട്ടുണ്ട്.